ചെയിൻ ഡ്രൈവ്സ് ആണ്. ആൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചെയിൻ ഡ്രൈവ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ പവർ ട്രാൻസ്മിഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ്. അതായത് നമ്മൾ രണ്ട് ടൈപ്പ് പവർ ട്രാൻസ്മിഷൻ എലമെന്റ് പഠിച്ചിട്ടുണ്ട്, റിജിഡ് ട്രാൻസ്മിഷൻ എലമെന്റ് ആൻഡ് ഫ്ലെക്സിബിൾ ട്രാൻസ്മിഷൻ എലമെന്റ്. റിജിഡ് ട്രാൻസ്മിഷൻ എലമെന്റ് ആണ് നമ്മൾ മോഡ്യൂൾ 3ലും മോഡ്യൂൾ 4ലും പഠിച്ച ഗിയേഴ്സ്. ഫ്ലെക്സിബിൾ പവർ ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുന്ന എലമെന്റ്സ് ആണ് നമ്മൾ മോഡ്യൂൾ 5ൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏത് എലമെന്റ് പഠിച്ചാലും അത് റിയൽ ലൈഫിൽ മാക്സിമം മാച്ച് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ റിയൽ ലൈഫിൽ ചെയിൻ ഡ്രൈവ് എവിടെ കണ്ടിട്ടുണ്ടോ അത് മനസ്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതെങ്ങനെ വർക്ക് ചെയ്തു, നിങ്ങൾ എന്തൊക്കെയൊക്കെ പാർട്സ് കണ്ടു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഫ്ലെക്സിബിൾ പവർ ട്രാൻസ്മിഷൻ. ചെയിൻ ഡ്രൈവ്സ് ആർ യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് റോട്ടറി മോഷൻ ആൻഡ് ടോർക്ക് ഫ്രം വൺ ഷാഫ്റ്റ് ടു അനദർ ബൈ എംപ്ലോയിങ് സ്പ്രോക്കറ്റ്സ്. സോ നമ്മൾ ഇവിടെ കാണാൻ പറ്റും, രണ്ട് സ്പ്രോക്കറ്റിന് മുകളിൽ ചെയിൻ യൂസ് ചെയ്താണ് നമ്മൾ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇതിനെ സ്പ്രോക്കറ്റ് എന്നാണ് വിളിക്കുന്നത്, ഗിയർ എന്നല്ല. ഇവിടെയും ടീത്ത് ഉണ്ട്, പക്ഷെ ടീത്ത് ഉണ്ടെങ്കിൽ ഇതിനെ സ്പ്രോക്കറ്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇതിന്റെ പ്രൊഫൈലും ആർക്കിടെക്ചറും എൻറ്റയർലി ഗിയറുമായിട്ട് ഡിഫറെന്റ് ആണ്. സോ ഇതിന് ഗിയർ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്, ഇതിന്റെ പേര് സ്പ്രോക്കറ്റ് ആണ്. ഒന്ന് ലാർജർ സ്പ്രോക്കറ്റും ഒന്ന് സ്മോളർ സ്പ്രോക്കറ്റും ആയിരിക്കും നോർമലി, അപ് ടു നമ്മുടെ ഏത് വെലോസിറ്റി റേഷ്യോ ആണോ നമ്മുടെ റിക്വയർമെന്റ് എന്നത് ബേസ് ചെയ്ത്. ഓക്കെ, ചെയിൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് റിജിഡ് ലിങ്ക്സ് കണക്റ്റഡ് ടുഗദർ യൂസിങ് പിൻസ്. ഓക്കെ, അത് നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ താഴെ കാണുന്ന ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. അതൊരു ലിങ്ക് ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ആ ലിങ്കിനകത്തുള്ള ഗ്രീൻ കളറിൽ കാണുന്നതാണ് റോളേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ചെയിൻസ് പഠിക്കാനുണ്ട്. പക്ഷെ നേരത്തെ സിലബസ് ഞാൻ കാണിച്ചതിൽ പറഞ്ഞിട്ടുണ്ട്, സിലബസിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് റോളർ ചെയിൻസിനെ കുറിച്ച് മാത്രമാണ്. സോ നിങ്ങൾ റോളർ ചെയിൻസ് മാത്രം പഠിച്ചാൽ മതി. ഞാൻ ആ താഴെ കാണിച്ചിരിക്കുന്ന ഫിഗേഴ്സ് ആണ് റോളർ ചെയിന്റെ ഫിഗേഴ്സ്. അതിന് പുറമെ സിലബസിൽ സൈലന്റ് ചെയിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അത് കൂടെ പഠിക്കാം. പക്ഷെ ഡിസൈനും പ്രോബ്ലം ഒക്കെ നിങ്ങൾ റോളർ ചെയിൻ മാത്രം പഠിച്ചാൽ മതി. സൈലന്റ് ചെയിൻ എന്താണെന്നുള്ള കൺസെപ്റ്റ് മാത്രം പഠിച്ചാൽ മതി. വേറെ ഒരുപാട് ടൈപ്പ് ചെയിൻസ് ഉണ്ട്, അതിനെക്കുറിച്ച് നിങ്ങൾ ബോധർ ചെയ്യണ്ട. നിങ്ങൾ അത് ജസ്റ്റ് കാര്യം മാത്രം അറിഞ്ഞിരുന്നാൽ മതി, ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ ഈ താഴെ കാണുന്നതാണ് ഒരു ചെയിൻ എന്ന് പറയുന്നത്. അത് ഒരു ലിങ്ക് ആണ്. നമുക്ക് എത്ര ലെങ്കിൽ പവർ ട്രാൻസ്ഫർ ചെയ്യണോ അതിനനുസരിച്ച് ലിങ്കിന്റെ എണ്ണം കൂടും. അപ്പൊ ഇതിനകത്ത് ഈ ലിങ്ക് അസംബ്ലി ചെയ്യുന്നത് ഒരു ഔട്ടർ ലിങ്ക് പ്ലേറ്റും ഇന്നർ ലിങ്ക് പ്ലേറ്റും. ഈ ഇന്നർ ലിങ്ക് പ്ലേറ്റിനകത്താണ് നമ്മൾ റോളേഴ്സ് ഫിറ്റ് ചെയ്യുന്നത്. അതിന്റെ ഡിസംബിൾ ചെയ്ത ഫിഗർ ഞാൻ കാണിച്ചിട്ടുണ്ട്, റൈറ്റ് എൻഡിലുള്ള ഫിഗർ. അപ്പൊ അവിടെ നമുക്ക് കാണാൻ പറ്റും ഇന്നർ ലിങ്ക് പ്ലേറ്റ് ഉണ്ട്, അതിനകത്ത് റോളർ ഉണ്ട്, ഇതിനെ പുറമെ ഔട്ടർ ലിങ്ക് പ്ലേറ്റ് ഉണ്ട്, ഇതിനെ കണക്ട് ചെയ്യാനായിട്ട് പിന്നും ഉണ്ട്. ഓക്കെ, ഇത്രയും എലമെന്റ്സ് ചേർന്ന് തന്നെയാണ് ഒരു ചെയിൻ ലിങ്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയിൻസ് ആർ മേഡ് അപ്പ് ഓഫ് റിജിഡ് ലിങ്ക്സ്. ആ റിജിഡ് ലിങ്ക്സ് ആണ് താഴെ കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ബെൽറ്റ് ഡ്രൈവിനേക്കാളും കുറച്ചുകൂടെ റിജിഡ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ചെയിൻ ഡ്രൈവ്സ് എന്ന് പറയുന്നത്. നോർമലി ചെയിൻ ഡ്രൈവ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബെൽറ്റ് ഡ്രൈവിന്റെയും ഗിയർ ഡ്രൈവിന്റെയും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു എലമെന്റ് ആയിട്ടാണ് കൂടുന്നത്. അതായത് ബെൽറ്റ് ഡ്രൈവിന്റെ പ്രോപ്പർട്ടീസും ഉണ്ട്, ഇതിന് ഗിയർ ഡ്രൈവിന്റെ പ്രോപ്പർട്ടീസും ഉണ്ട്. അതായത് രണ്ടിനും ആയിട്ടും മാക്സിമം റിലേറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉള്ള ഒരു എലമെന്റ് ആണ് ചെയിൻ ഡ്രൈവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്യാൻ ബി യൂസ്ഡ് ഫോർ പാരലൽ പവർ ട്രാൻസ്മിഷൻ ഓൺലി. പാരലൽ പവർ ട്രാൻസ്മിഷൻ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. ഗിയർ യൂസ് ചെയ്യുന്ന പോലെ ഇൻക്ലൈൻഡ് പവർ ട്രാൻസ്മിഷൻ ഒന്നും ചെയിൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ചെയിൻ ഡ്രൈവ്സ് ഹാവ് ബെനിഫിറ്റ്സ് ഓഫ് ചെയിൻസ് ആൻഡ് ഗിയേഴ്സ്. ഗിയർ ചെയിൻസിനും അതുപോലെ തന്നെ ഗിയറിന്റെ ബെനിഫിറ്റ്സും ചെയിൻ ഡ്രൈവ്സിന് ആപ്ലിക്കബിൾ ആണ്. നെക്സ്റ്റ്, ഓക്കെ, ടൈപ്പ് ഓഫ് ചെയിൻ ഡ്രൈവ്സ്. ചെയിൻ ഡ്രൈവ്സ് നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം, ബേസ്ഡ് ഓൺ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ചെയിൻ സ്ട്രക്ചർ. പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒരു പല ടെക്സ്റ്റിലും പല ക്ലാസിഫിക്കേഷൻ ആണ് അവർ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇത് നോക്കിയാൽ ടൈപ്പ് ഓഫ് ചെയിൻ ഡ്രൈവ്സ്. ഡ്രൈവിംഗ് യുവർ പവർ ചെയിൻസ്. നിങ്ങൾ റിയൽ ലൈഫ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഈ ചെയിൻ ആയിരിക്കും. ഡ്രൈവിംഗ് യുവർ പവർ ചെയിൻസ് എന്ന് പറഞ്ഞാൽ പവർ ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുന്ന ചെയിൻ. അതായത് ഒരിടത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറിനെ വേറൊരിടത്ത് എത്തിക്കാൻ ഉപയോഗിക്കുന്ന ചെയിൻ ആണ് പവർ ചെയിൻസ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ മോട്ടോർ സൈക്കിളിലൊക്കെ യൂസ് ചെയ്യുന്നത് പവർ ചെയിൻസ് ആണ്. അതിന് എക്സാമ്പിൾസ് ആണ് റോളർ ചെയിൻ അല്ലെങ്കിൽ ഡ്യൂപ്ലക്സ് ചെയിൻ. ഡ്യൂപ്ലക്സ് ചെയിൻ എന്ന് പറഞ്ഞാൽ റോളർ ചെയിൻ തന്നെ വേറൊരു കാറ്റഗറിയാണ്. സൈലന്റ് ചെയിൻ. സൈലന്റ് ചെയിൻ ആണ് നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ടോപ്പിക്. ഇതെല്ലാം പവർ ചെയിൻസ് ആണ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ചെയിൻസ് ആണ്. അടുത്ത കാറ്റഗറി ക്രെയിൻ ഓർ ഹോയിസ്റ്റ് ചെയിൻ. അതിന് എക്സാമ്പിൾ ആണ് ലീഫ് ചെയിൻ. ലീഫ് ചെയിൻ ആണ് ഞാൻ റൈറ്റ് സൈഡിൽ മോളിൽ കാണിച്ചിരിക്കുന്നത്. മോളിൽ പറഞ്ഞ റോളർ ചെയിൻ ആണ് ഞാൻ റൈറ്റ് സൈഡിൽ താഴെ കാണിച്ചിരിക്കുന്നത്. സൈലന്റ് ചെയിൻ ആണ് ഞാൻ ലെഫ്റ്റ് സൈഡിൽ താഴെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ മൂന്നുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ മൂന്നും അല്ലെ താഴെ കാണിച്ചിരുന്ന രണ്ടെണ്ണമാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങളുടെ സിലബസ് ഇത് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. താഴെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് സൈലന്റ് ചെയിൻ, താഴെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് റോളർ ചെയിൻ. ഇത് രണ്ടും മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ താഴെ ഇനി ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ബേസിക് ക്ലാസിഫിക്കേഷൻ പഠിക്കാനായിട്ട് ക്രെയിൻ ഓർ ഹോയിസ്റ്റ് ചെയിൻ. ക്രെയിനും ഹോയിസ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അത് നമ്മൾ ഫാക്ടറീസിലൊക്കെ ഹെവി വെയിറ്റ് ഉള്ള മെഷീൻ എലിമെന്റ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ചെയിൻസ് ആണ്. അതായത് വെയിറ്റ് ഒക്കെ ഉയർത്താൻ നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ ഒക്കെ യൂസ് ചെയ്യും, വെയിറ്റ് ഒക്കെ ഉയർത്താനായിട്ട് അതിന് യൂസ് ചെയ്യുന്നതാണ് ഹോയിസ്റ്റ് ചെയിൻ. ഓക്കെ, ഇത് നമ്മുടെ ക്രെയിനിലൊക്കെ യൂസ് ചെയ്യാം. ക്രെയിനൊക്കെ ഉണ്ടല്ലേ, ഈ ചില വലിയ ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ലിഫ്റ്റ് ചെയ്യാനൊക്കെ ക്രെയിൻ യൂസ് ചെയ്യും. അത് ഹെവി കൺസ്ട്രക്ട് ബ്രിഡ്ജസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ഥലത്ത് പോയി നോക്കിയാൽ കാണാൻ പറ്റും. ഈ ഹോയിസ്റ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ചെയിൻ ആണ് ഹോയിസ്റ്റ് ചെയിൻ ഓർ ക്രെയിൻ ചെയിൻ. അതിനൊരു എക്സാമ്പിൾ ആണ് ലീഫ് ചെയിൻ. ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്, ഞാൻ കുറച്ചേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അടുത്ത കൺവെയർ ഓർ ട്രാക്റ്റീവ് ചെയിൻസ്. ട്രാക്ഷൻ അതായത് മോഷൻ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ചെയിനാണ് കൺവെയർ ഓർ ട്രാക്റ്റീവ് ചെയിൻ. ഒരു ആപ്ലിക്കേഷൻ ആണ് കൺവെയർ ബെൽറ്റ്. നമ്മുടെ എസ്കലേറ്റേഴ്സ് അല്ലെങ്കിൽ ഈ എയർപോർട്ടിലൊക്കെ ഉള്ള ബാഗേജ് ചെക്കിൻസ്, അവിടെ എല്ലാം മൂവ്മെന്റ് കൺട്രോൾ ചെയ്യുന്ന
ചെയ്യുന്നത് ഇതുപോലത്തെ ചെയിൻസ് ആണ്. ഇവിടെ ഹെവി സ്പീഡ് വേണ്ട, ഹൈ ടോർക്ക് ട്രാൻസ്മിഷൻ വേണ്ട, സ്ലോയിൽ വർക്ക് ചെയ്താൽ മതി, ലോഡും കുറവായിരിക്കും, അങ്ങനെയുള്ള സ്ഥലത്ത് യൂസ് ചെയ്യുന്നതാണ് ലാമിനേറ്റഡ് മെറ്റൽ ചെയിൻസ്. അതൊരു ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ്. ഇതിൽ ആദ്യത്തെ രണ്ടെണ്ണം മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ, റോളർ ചെയിനും സൈലന്റ് ചെയിനും. റോളർ ചെയിന്റെ വേറൊരു ടൈപ്പാണ് ഡ്യൂപ്ലക്സ് ചെയിൻ. അത് എന്തെന്ന് ഞാൻ ആപ്ലിക്കേഷനിൽ കാണിച്ചത്. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്ന ഇതാണ് റോളർ ചെയിൻ. ഓക്കെ, ഇതിന്റെ ആപ്ലിക്കേഷൻസ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഡിസൈൻ പ്രൊസീജിയർ എല്ലാം നിങ്ങൾ പഠിക്കണം. ഓക്കെ, റോളർ ചെയിൻ. ആ സ്ലൈഡ് എടുത്തോ, റോളർ ചെയിൻ. ഹലോ, റോളർ ചെയിൻ്റെ സ്ലൈഡ് നമ്പർ 5. ഹലോ, ഓക്കെ, റോളർ ചെയിൻസ്. ഓക്കെ, റോളർ ചെയിൻസിന് മെയിൻ ആയിട്ട് എന്തൊക്കെ എലമെന്റ് ഉണ്ട്? ഓക്കെ, നിങ്ങൾക്ക് ഫിഗർ തന്നെ കാണാൻ പറ്റും. മോട്ടോർ സൈക്കിൾ, നിങ്ങൾ SIT മെക്കാനിക്കൽ സ്റ്റുഡൻസ് ആണ്, ഒരു 60-70% സ്റ്റുഡൻസ് എങ്കിലും മോട്ടോർ സൈക്കിൾ യൂസ് ചെയ്തിട്ടുള്ളവരായിരിക്കും. അവർക്ക് ഈ കാര്യം ഞാൻ പറഞ്ഞുതരാതെ തന്നെ മനസ്സിലാവും. ഓക്കെ, നിങ്ങൾ ഇതിൽ റിയൽ ലൈഫിൽ കണ്ടിട്ടുള്ളവരുമായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു മോട്ടോർ സൈക്കിളിൽ പോയി നോക്കിയാൽ മതി. റോളർ ചെയിൻസ്. ഓക്കെ, റോളർ ചെയിൻസിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു ഇന്നർ സ്പ്രോക്കറ്റ് ഉണ്ടാവും, ഒരു ഔട്ടർ സ്പ്രോക്കറ്റ് ഉണ്ടാവും, അത് രണ്ടിനെ കണക്ട് ചെയ്യുന്ന ഒരു ചെയിൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതെല്ലാം ഒരുവിധ എല്ലാ സ്റ്റുഡൻസിനും അറിയാവുന്നതായിരിക്കും. അല്ലാത്തവർ ആ ഫിഗർ ശ്രദ്ധിച്ചത് റൈറ്റ് സൈഡ് താഴെ കാണുന്നതാണ് ഒരു ചെയിൻ അസംബ്ലി എന്ന് പറഞ്ഞത്. അതിനകത്ത് ഒരു ഇന്നർ സ്പ്രോക്കറ്റ് ഉണ്ടാവും, അതാണ് സ്മോളർ സ്പ്രോക്കറ്റ്. ഒരു ലാർജർ സ്പ്രോക്കറ്റ് ഉണ്ടാവും, അതാണ് ഔട്ടർ സ്പ്രോക്കറ്റ്. ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇന്നർ സ്പ്രോക്കറ്റ് നമുക്ക് വിസിബിൾ അല്ല, കാര്യം അത് എഞ്ചിനകത്ത് ക്രാങ്ക് ഷാഫ്റ്റ് കണക്ട് ചെയ്തിരിക്കുന്നതാണ്, നമുക്ക് കാണാൻ പറ്റത്തില്ല. അത് എഞ്ചിനകത്തു നിന്നാണ് ചെയിൻ വരുന്നത്. ആ ചെയിൻ എഞ്ചിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്നത് ആ കാണുന്ന ഇന്നർ സ്പ്രോക്കറ്റിലാണ്. അതുപോലെ ഔട്ടർ സ്പ്രോക്കറ്റ്. അപ്പൊ ഇന്നർ സ്പ്രോക്കറ്റിൽ നിന്ന് പവർ ഔട്ടർ സ്പ്രോക്കറ്റിലെത്തും. ആ ഡയമീറ്ററിന്റെ ഡിഫറൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്കൊരു ഹൈ വെലോസിറ്റി റേഷ്യോ അറ്റൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഇന്നർ സ്പ്രോക്കറ്റ് ഔട്ടർ സ്പ്രോക്കറ്റും ചെയിനും ചേരുമ്പോഴാണ് നമുക്ക് അസംബ്ലി. ഇതാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന സാധനം. ഇനി ലിങ്കുകളെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള ഫിഗർ ഇവിടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു ചെയിനിന്റെ കുറെ നമ്പർ ഓഫ് ലിങ്ക്സ് ഉണ്ടാവും. ആ നമ്പർ ഓഫ് ലിങ്ക്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിലൊരു ലിങ്ക് ഡിസംബിൾ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നാണ് കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് ഔട്ടർ പ്ലേറ്റ് ഉണ്ടാവും, ഇന്നർ പ്ലേറ്റ് ഉണ്ടാവും, നടുക്ക് റോളേഴ്സ് ഉണ്ടാവും. ഇതിനെ ഓരോ ലിങ്കിനെയും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് പിന്നെയും യൂസ് ചെയ്യും. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇതാണ് ബേസിക് റോളർ ചെയിൻ്റെ ആർക്കിടെക്ചർ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ആ മുകളിൽ കാണിച്ചിരിക്കുന്ന ഫിഗർ ആണ് ഇന്നർ സ്പ്രോക്കറ്റ്. ഞാൻ കുറച്ച് അതിന്റെ എല്ലാവർക്കും ഫിഗർ കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ബേസിക്കലി നിങ്ങൾ ആ താഴെ കാണുന്ന ഫിഗർ മാത്രം മൈൻഡിൽ കീപ്പ് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ്. ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ ഡിസൈൻ ചെയ്യണം. ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയമെൻഷൻസ് കണ്ടുപിടിക്കുക, സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം, ഡയമീറ്റർ കണ്ടുപിടിക്കാം, അതായത് ഡയമീറ്റർ ഓഫ് സ്മോളർ സ്പ്രോക്കറ്റ് കണ്ടുപിടിക്കാം, ഡയമീറ്റർ ഓഫ് ലാർജർ സ്പ്രോക്കറ്റ് കണ്ടുപിടിക്കാം, ലെങ്ത് ഓഫ് ചെയിൻ കണ്ടുപിടിക്കാം, നമ്പർ ഓഫ് ലിങ്ക്സ് കണ്ടുപിടിക്കാം. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, പ്രീവിയസ് സ്ലൈഡ് എടുത്ത ഒരു സ്ലൈഡ് ഇല്ല ഇതിന് മുമ്പ്. അഡ്വാൻറ്റേജ് ഓഫ് ചെയിൻ ഡ്രൈവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെയിൻ ഡ്രൈവിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് കുറേയൊക്കെ നമുക്ക് റിയൽ ലൈഫിൽ നിന്ന് തന്നെ നമുക്ക് റിലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സൂട്ടബിൾ ഫോർ ഷോർട്ട് ആസ് വെൽ ആസ് ലോങ്ങർ ഡിസ്റ്റൻസ് പവർ ട്രാൻസ്മിഷൻ ആപ്ലിക്കേഷൻ. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻ ആണ്. അതായത് ബെൽറ്റ് ഡ്രൈവ് യൂസ് ചെയ്യുന്നതിനേക്കാൾ ചെറിയ പവർ ട്രാൻസ്മിഷൻ ആപ്ലിക്കേഷന് നമുക്ക് ഈ ചെയിൻ ഡ്രൈവ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതുകൊണ്ട് ഇതിനെ നമുക്ക് മീഡിയം പവർ ട്രാൻസ്മിഷൻ ഡിസ്റ്റൻസ്, അതായത് ഷോർട്ടും അല്ല ലോങ്ങും അല്ലാത്ത ആപ്ലിക്കേഷനും യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇതിനെ മീഡിയം പവർ ട്രാൻസ്മിഷൻ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, എ ഡ്രൈവിംഗ് സ്പ്രോക്കറ്റ് ക്യാൻ റൺ മെനി ഷാഫ്റ്റ് അറ്റ് എ ടൈം ഇൻ സെയിം ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അത് വളരെ ഇമ്പോർട്ടന്റ് ഒരു ആപ്ലിക്കേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പ്രോക്കറ്റിന് ഒന്നിൽ കൂടുതൽ സ്പ്രോക്കറ്റുകളെ ഒരേ സമയം പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ആ ആപ്ലിക്കേഷൻ നമുക്ക് ചെയിൻ ഡ്രൈവിന് മാത്രമല്ല ബെൽറ്റ് ഡ്രൈവിനും ഉണ്ട്. പക്ഷേ ഇവിടെ എഴുതിയിട്ടുണ്ട് സെയിം ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതാണ് ഞാൻ അതിന് കളർ ചെയ്തേക്കുന്നത്. അതിന് സെയിം ഡയറക്ഷനിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലും അറ്റ് എ ടൈം മെനി സ്പ്രോക്കറ്റ്സിനെ ഡ്രൈവ് ചെയ്യാൻ പറ്റും. പക്ഷെ ബെൽറ്റ് ഡ്രൈവിന് കോമ്പൗണ്ട് ഡ്രൈവുകളിൽ അത്രയും ആപ്ലിക്കേഷൻസ് ഇല്ല. ഓക്കെ, അടുത്തത് പോയിന്റ്, ക്യാൻ ട്രാൻസ്മിറ്റ് മോർ പവർ ദാൻ ബെൽറ്റ് ഡ്രൈവ്. ഷുവർ ആയിട്ട് മോർ പവർ ദാൻ ബെൽറ്റ് ഡ്രൈവ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. കാര്യം സ്ലിപ്പ് വളരെ കുറവാണ്, കോണ്ടാക്ടിവിറ്റി വളരെ കൂടുതലാണ്. അത് സ്പ്രോക്കറ്റിനകത്തുള്ള ഏരിയയും കിട്ടും. മറ്റേന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയ മാത്രമേ കിട്ടത്തുള്ളൂ. ഇത് സ്പ്രോക്കറ്റ് ടീത്തിനകത്താണ് നമ്മുടെ ചെയിൻ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ കോണ്ടാക്ടിവിറ്റി കിട്ടും, അതുവഴി കൂടുതൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. നോ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഓർ ഇനിഷ്യൽ ടെൻഷൻ റിക്വയർഡ് വിച്ച് റെഡ്യൂസ് ദ എഫക്ട്സ് ഓഫ് ഷോക്ക് ലോഡ്സ്. അത് നമ്മുടെ ബെൽറ്റ് ഡ്രൈവ് ടൈറ്റ് ചെയ്തിരിക്കുന്ന പോലെ വളരെ ടൈറ്റ് ആയിട്ട് ചെയിൻ ഡ്രൈവ് ഫിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അറിയാം, മോട്ടോർ സൈക്കിൾ യൂസ് ചെയ്യുന്നവർക്കറിയാം, ചെയിൻ എപ്പോഴും ഫിറ്റ് ചെയ്യുന്നത് ഒരു ഫ്രീ പ്ലേയിലാണ്. 20 to 30 millimeter ഫ്രീ പ്ലേ ആയിട്ടാണ് എല്ലാ ചെയിനും സെറ്റ് ചെയ്യുന്നത്. അത്രയും ഒരു ഫ്രീ ആണ്. മറ്റതുപോലെ ബെൽറ്റ് ഡ്രൈവ് പോലെ വലിയ ടൈറ്റ് ആയിട്ടല്ല ചെയിൻ ഡ്രൈവ് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനിഷ്യൽ ഷോക്കും വൈബ്രേഷൻസും വളരെ കുറവായിരിക്കും. സ്റ്റാർട്ടിംഗ് ടോർക്കിന്റെ ആവശ്യമില്ല. അടുത്ത പോയിന്റ്, ചെയിൻ ഡ്രൈവ്സ് ആർ സ്മാൾ ആൻഡ് കോമ്പാക്ട് കമ്പയർഡ് ടു അതർ ഫ്ലെക്സിബിൾ പവർ എലമെന്റ്സ്. കുറച്ച് ഏരിയ സൈസിൽ തന്നെ കൂടുതൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ചെയിൻ ഡ്രൈവ്സിന് പറ്റും. അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ഏരിയ ഉള്ള ആപ്ലിക്കേഷൻ, അതായത് എഞ്ചിന്റെ ഒക്കെ അകത്ത് ഒക്കെ നമുക്ക് ചെയിൻ യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പുറത്ത് ആപ്ലിക്കേഷനിലുള്ള ചെയിൻ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, എല്ലാം ബാക്ക് വീലിൽ പവർ കൊടുക്കുന്ന ചെയിൻ. എഞ്ചിനകത്തും ചെയിൻ യൂസ് ചെയ്യുന്നുണ്ട്. ഒരുവിധം എല്ലാ മോട്ടോർ സൈക്കിളിലും എഞ്ചിനകത്ത് ചെയിൻ യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്യുന്നത് ക്ലച്ചിനെയും എഞ്ചിൻ ഷാഫ്റ്റ്, അതായത് ക്രാങ്ക് ഷാഫ്റ്റ് നിന്ന് പവർ ക്ലച്ചിലോട്ടാണല്ലോ പോകുന്നത്, എന്നിട്ടല്ലേ ഗിയർ ബോക്സിലോട്ട് പോകുന്നത്.
ആ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ക്ലച്ചിൽ എത്തിക്കാനായിട്ട് നമ്മൾ ചെയിൻ ഡ്രൈവ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിന് യൂസ് ചെയ്യുന്ന ചെയിൻ ആണ് ഡ്യൂപ്ലക്സ് ചെയിൻ. ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഞാൻ ആപ്ലിക്കേഷൻസ് കാണിച്ചു തരാം. അപ്പൊ അതുപോലെ സ്പേസ് കുറവ്, അതായത് നമുക്കിപ്പം നമ്മുടെ റൈസ് മില്ല് പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞു മില്ലിൽ അരി പഠിക്കാൻ പോകുന്നത് ബെൽ ഡ്രൈവ് ആണ് യൂസ് ചെയ്യുന്നതെന്ന്. അവിടെ നമുക്ക് സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട്, ഒരു വലിയ ഹാളാണ്, നമുക്ക് ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. പക്ഷെ ഒരു എഞ്ചിന്റെ അകം എന്ന് പറഞ്ഞാൽ എഞ്ചിൻ വളരെ ലിമിറ്റഡ് സ്പേസേ ഉള്ളൂ. ഒരു വണ്ടി ഡിസൈൻ ചെയ്യുമ്പോൾ എത്രത്തോളം സ്പേസ് സേവ് ചെയ്യാൻ പറ്റും അത്രത്തോളം സ്പേസ് സേവ് ചെയ്യണം. സോ വളരെ കുറച്ച് സ്പേസ് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത് പവർ ട്രാൻസ്മിഷൻ ചെയ്യാൻ അതുകൊണ്ടാണ് ചെയിൻ ഡ്രൈവ് യൂസ് ചെയ്യുന്നത്. കാര്യം ആ സ്പേസ് മതി ചെയിന് മാക്സിമം പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ക്ലച്ച് അസംബ്ലിയിലെല്ലാം അതുകൊണ്ട് പവർ ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുന്നത് ചെയിൻ ഡ്രൈവ്സ്. ഓക്കെ, ചാൻസ് ഓഫ് സ്ലിപ്പ് ഈസ് നിയർലി സീറോ. സ്ലിപ്പ് ഇല്ല എന്ന് തന്നെ പറയാം. അതാണ് റിജിഡ് ഡ്രൈവിന്റെ ഒരു ആപ്ലിക്കേഷൻ. അതായത് ഗിയറിനൊന്നും സ്ലിപ്പ് ഇല്ല, പക്ഷെ ബെൽ ഡ്രൈവിന് സ്ലിപ്പ് ഉണ്ട്. ഇതിന് സ്ലിപ്പ് വളരെ കുറവാണ്, വളരെ വളരെ കുറവാണ്. പ്രോപ്പർ മെയിൻ്റെനൻസും പ്രോപ്പർ ലൂബ്രിക്കേഷനും ഉണ്ടെങ്കിൽ സ്ലിപ്പ് ഉണ്ടാവില്ല. അടുത്ത സീറോ സ്ലിപ്പ് ഹെൽപ്പ് ടു അറ്റൈൻ മാക്സിമം പോസിബിൾ വെലോസിറ്റി റേഷ്യോ. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വെലോസിറ്റി റേഷ്യോ മാക്സിമം കിട്ടാൻ സ്ലിപ്പ് ഇല്ലാത്തത് കൊണ്ട് ഹെൽപ്ഫുൾ ആണ്. ഇപ്പൊ ബെൽ ഡ്രൈവിന് നമ്മളൊരു വെലോസിറ്റി റേഷ്യോ 7 എക്സ്പെക്ട് ചെയ്ത് ഡിസൈൻ ചെയ്തു. സ്ലിപ്പ് ഉണ്ടാവുകയാണെങ്കിൽ ആ വെലോസിറ്റി റേഷ്യോ കിട്ടത്തില്ല, കുറഞ്ഞു വരും. പക്ഷെ ഇവിടെ സ്ലിപ്പ് കുറവായതുകൊണ്ട് നമുക്ക് മാക്സിമം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വെലോസിറ്റി റേഷ്യോ അച്ചീവ് ചെയ്യാൻ പറ്റും. അടുത്ത ചെയിൻസ് ഹാവ് ഹൈ എഫിഷ്യൻസി ഇൻ പവർ ട്രാൻസ്മിഷൻ. ചെയിൻസ് ഹാവ് വെരി ഹൈ എഫിഷ്യൻസി. അതായത് ബെൽ ഡ്രൈവിന് വെച്ച് നോക്കിയാൽ ചെയിനിന് എഫിഷ്യൻസി കൂടുതലാണ്. കാര്യം ഫ്രിക്ഷണൽ ലോസ് കുറവാണ്. കാര്യം നമ്മൾ ചെയിൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ലൂബ്രിക്കേറ്റ് ചെയ്ത് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. ചെയിൻ ലൂബ്രിക്കേറ്റ് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പവർ ലോസ് കുറയ്ക്കാം. പവർ ലോസ് കുറഞ്ഞാൽ എഫിഷ്യൻസി കൂടും. അടുത്ത അറ്റ്മോസ്ഫിയർ കണ്ടീഷൻസ് വിൽ നോട്ട് അഫക്ട് ദ പെർഫോമൻസ് ഓഫ് ചെയിൻ ഡ്രൈവ്സ്. കാര്യം ബെൽ ഡ്രൈവ് ഒക്കെ യൂസ് ചെയ്യുന്നത് റബ്ബർ പോലുള്ള മെറ്റീരിയലാണ്. റബ്ബർ പോലുള്ള മെറ്റീരിയൽ നമ്മൾ അറ്റ്മോസ്ഫിയർ കണ്ടീഷനായിട്ട് എപ്പോഴും ഫേവറബിൾ ആയിട്ട് ബിഹേവ് ചെയ്യണമെന്നില്ല. പക്ഷെ ചെയിനൊക്കെ നമ്മൾ അറ്റ്മോസ്ഫിയർ കണ്ടീഷനായിട്ട് പ്രോപ്പറായിട്ട് കെയർ ചെയ്ത് അത് നമ്മുടെ അറ്റ്മോസ്ഫിയർ കണ്ടീഷൻ അതിന്റെ പെർഫോമൻസിനെ അഫക്ട് ചെയ്യത്തില്ല. അടുത്ത ഈസി ടു റീപ്ലേസ്. ബെൽ ഡ്രൈവിനേക്കാളും ചെയിൻ ഡ്രൈവ് റീപ്ലേസ് ചെയ്യാൻ ഈസിയാണ്. അസംബ്ലി ഒന്നും മാറ്റണം. ബെൽ ഡ്രൈവ് റിമൂവ് ചെയ്യണമെങ്കിൽ ആ സെന്റർ ഡിസ്റ്റൻസ് ഒക്കെ മോഡിഫൈ ചെയ്യണം. നമുക്ക് ചെയിൻ ഡ്രൈവ് ലിങ്ക് ഡിസ്കണക്ട് ചെയ്ത് റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ഡിസഡ്വാൻറ്റേജസ് ഓഫ് ചെയിൻ ഡ്രൈവിന് എന്തൊക്കെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്? നീഡ് പ്രോപ്പർ ലൂബ്രിക്കേഷൻ ഡ്യൂ ടു കണ്ടിന്യൂസ് മെറ്റൽ ടു മെറ്റൽ കോൺടാക്ട്. ഇപ്പം ബെൽ ഡ്രൈവിൽ മെറ്റൽ ടു മെറ്റൽ കോൺടാക്ട് അല്ല, റബ്ബർ ടു മെറ്റൽ കോൺടാക്ട് ആണ്. അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് ഒക്കെ കുറവായിരിക്കും. പക്ഷെ ഇവിടെ നീഡ് പ്രോപ്പർ ലൂബ്രിക്കേഷൻ ഡ്യൂ ടു കണ്ടിന്യൂസ് മെറ്റൽ ടു മെറ്റൽ. അപ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് കൂടുതലായിരിക്കും. അതിനെ ഡിസിപ്പേറ്റ് ചെയ്യാനാണ് റോളേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. കാര്യം അത് റോൾ ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് വിയർ ചെയ്ത് പോവില്ല, പകരം അത് റോൾ ചെയ്യുന്നുണ്ട്, ഫ്രിക്ഷൻ കുറയ്ക്കുക. അതിനാണ് റോളേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. നീഡ് പ്രോപ്പർ ലൂബ്രിക്കേഷനോടെ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യും. പക്ഷെ അത് നമുക്ക് എക്സ്ട്രാ ചെലവും നമ്മുടെ എഫർട്ടും നമ്മൾ അതിനെ കെയർ ചെയ്തുകൊണ്ടിരിക്കണം. ബെൽ ഡ്രൈവ് ആണെങ്കിൽ കെയർ ചെയ്യേണ്ട, അത് കംപ്ലൈന്റ് ആകുമ്പോൾ റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കെയർ ചെയ്തുകൊണ്ടിരിക്കണം. അടുത്ത ഹൈ നോയ്സ് കമ്പയർഡ് ടു അതർ ഡ്രൈവ്സ്. മറ്റു ഡ്രൈവുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നോയ്സ് കൂടുതലാണ്. എലോങ്ങേഷൻ ഓഫ് ചെയിൻ ഒക്കേഴ്സ് ഡ്യൂ ടു കണ്ടിന്യൂസ് വിയർ. ചെയിൻ എലോങ്ങേറ്റ് ചെയ്യും. നമ്മുടെ റബ്ബർ ബാൻഡ് പോലെ നമ്മൾ ഈസി ആയിട്ട് വലിക്കാൻ വരുത്തുന്ന സാധനമല്ല ചെയിൻ. പക്ഷേ കണ്ടിന്യൂസ് യൂസിൽ ചെയിൻ ലൂസ് ആവും. അത് നിങ്ങൾക്ക് മോട്ടോർ സൈക്കിൾ യൂസ് ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. ഒരു 1000 കിലോമീറ്റർ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ ചെയിൻ ലൂസ് ആവും, പിന്നെ കൊണ്ട് ടൈറ്റ് ചെയ്യണം, പിന്നെ വീണ്ടും കുറെ കിലോമീറ്റർ കഴിയുമ്പോൾ വീണ്ടും ലൂസ് ആവും. അങ്ങനെ ലൂസായി വരും. നമുക്ക് അതിനെ ടൈറ്റ് ചെയ്തിരിക്കണം. അപ്പൊ അതിന് മെയിൻ്റനൻസ് ഉണ്ട്. അതാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. അടുത്ത ഇലോങ്ങേഷൻ റിസൾട്ട്സ് ഇൻ പീരിയോഡിക് ടൈറ്റനിങ് മെയിൻ്റനൻസ്. എലോങ്ങേഷൻ കാരണം എവിടെയാണെങ്കിലും, ഇനി ഓട്ടോമൊബൈലെല്ലാം ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നതാണെങ്കിൽ പോലും എലോങ്ങേഷൻ ഉണ്ടാകുന്ന നമ്മൾ സൗണ്ടും മിസ്ബാലൻസിങ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് മനസ്സിലാവും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ടൈം ആയിരുന്നു. അപ്പൊ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പീരിയോഡിക് ഒബ്സർവേഷൻ ആൻഡ് മെയിൻ്റനൻസ് റിക്വയർഡ് ടു അവോയ്ഡ് ടീത്ത് ഫെയിലിയർ. അതായത് സ്പ്രോക്കറ്റിന്റെ ടീത്ത് ലൈഫ് കൂട്ടാനായിട്ട് നമ്മൾ പീരിയോഡിക് ഒബ്സർവേഷനും മെയിൻ്റനൻസും വേണം. ചെയിൻ്റെ പ്ലേ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ സ്പ്രോക്കറ്റ് പെട്ടെന്ന് പോകും. കൃത്യമായ ഇടവേളകളിൽ ചെയിൻ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ സ്പ്രോക്കറ്റിന് മാക്സിമം ലൈഫ് കിട്ടത്തുള്ളൂ. അടുത്ത ഇംപ്രോപ്പർ യൂസേജ് ആൻഡ് മെയിൻ്റനൻസ് റെഡ്യൂസസ് ലൈഫ് ഓഫ് ദ ടോട്ടൽ ഡ്രൈവ്. ചെയിൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ മൊത്തം ഡ്രൈവിനെ തന്നെ അത് അഫക്ട് ചെയ്യും. ഇപ്പൊ നമ്മൾ ബെൽറ്റ് ഡ്രൈവ് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ബെൽറ്റ് മാത്രമേ പോകത്തുള്ളൂ, പുതിയ ബെൽറ്റ് ഇട്ട് കൊടുത്താൽ. പക്ഷെ ചെയിൻ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ചെയിൻ ഇന്നർ സ്പ്രോക്കറ്റ് ഔട്ടർ സ്പ്രോക്കറ്റ് സകലതും പോകും. പിന്നെ അത് മുഴുവൻ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, കോസ്റ്റ് കുറവാണെങ്കിൽ പോലും അതൊരു മെയിൻ്റനൻസ് ആണ്. ബെൽ ഡ്രൈവിന്റെ അസംബ്ലി വെച്ച് നോക്കിയാൽ ചെയിൻ ഡ്രൈവിന്റെ അസംബ്ലി വളരെ ചീപ്പാണ്. പക്ഷേ അതിന്റെ മെയിൻ്റനൻസ് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ബുദ്ധിമുട്ടിക്കും. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ആപ്ലിക്കേഷൻസ്. അപ്പോൾ ആപ്ലിക്കേഷൻസിനകത്ത് നമുക്ക് നിങ്ങൾക്ക് റിയൽ ലൈഫിൽ കണ്ട ആപ്ലിക്കേഷൻസ് മനസ്സിൽ കൊണ്ടുവരിക. നിങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതാണ് റൈറ്റ് സൈഡ് ഏറ്റവും താഴെ കാണുന്ന ഫിഗർ. അതാണ് ഒരു മോട്ടോർ സൈക്കിളിന്റെ വീൽ. എത്തുന്നത് ഈ ചെയിൻ ഡ്രൈവ് വഴിയാണ്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത മറ്റ് ആപ്ലിക്കേഷൻസ് ആണ്. ഒന്ന് ഫോർക്ക് ലിഫ്റ്റ്. അതാണ് ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡ് കാണിച്ചിരിക്കുന്നത്. ഫോർക്ക് ലിഫ്റ്റ്, അതായത് വെയിറ്റ് ഒക്കെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റുകളിലും ഈ ബ്രിഡ്ജ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലത്തും ഒക്കെ, അല്ല ബ്രിഡ്ജ് മാനുഫാക്ചറിങ് അല്ല, ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ഥലത്തും ഒക്കെ യൂസ് ചെയ്യുന്നത് ഫോർക്ക് ലിഫ്റ്റ് ആണ്. അത് വലിയ നല്ല ഹൈ സൈസ് ഉള്ള ചെയിൻ ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ രണ്ടെണ്ണം റോളർ ചെയിനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ആപ്ലിക്കേഷൻസ് നോക്കിയാൽ ഓട്ടോമൊബൈൽസ്, കൺവെയർ ബെൽറ്റ്സ്, എലിവേറ്റേഴ്സ്, ഹോയിസ്റ്റ് ഡ്രംസ്, മിൽസ് ആൻഡ് ക്രെയിൻസ്.
ഓക്കെ, ഈ രണ്ടെണ്ണം കാണിച്ചിരിക്കുന്നത് റൈറ്റ് സൈഡിലെ മുകളിലും താഴെയും കാണിച്ചിരിക്കുന്നത് റോളർ ചെയിൻസ് ആണ്. ഇനി ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഫിഗർ ആണോ ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിൽ കാണാമോ? അത് എഞ്ചിനകത്ത്, അതാണ് ഞാൻ പറഞ്ഞത്, എഞ്ചിനകത്ത് യൂസ് ചെയ്യുന്ന ചെയിൻ. നിങ്ങൾ കണ്ടിരിക്കാൻ സാധ്യത കുറവാണ്, കാര്യം എഞ്ചിൻ തുറന്നാൽ മാത്രമേ ഇത് കാണാൻ പറ്റത്തുള്ളൂ. സോ എഞ്ചിന്റെ ക്രാങ്ക് ഷാഫ്റ്റിനാണ് ആ സ്മോളർ സ്പ്രോക്കറ്റ്, അതിൽ നിന്നാണ് ലാർജർ സ്പ്രോക്കറ്റിലേക്ക് പവർ പോയിരിക്കുന്നത്. ആ പവർ അതിനകത്താണ് ക്ലച്ച് ഇരിക്കുന്നത്, അതായത് ലാർജർ സ്പ്രോക്കറ്റിന്റെ പിറകിലാണ് ക്ലച്ച് ഇരിക്കുന്നത്. അങ്ങനെയാണ് എഞ്ചിന്റെ പവർ ക്ലച്ചിലെത്തുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്നത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, അത് ഡ്യൂപ്ലക്സ് ചെയിൻ ആണ്. ആ ഡ്യൂപ്ലക്സ് ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരേ സമയം രണ്ട് ചെയിൻ പാരലായിട്ട് കണക്ട് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. അത് ഡ്യൂപ്ലക്സ് ചെയിന്റെ ആപ്ലിക്കേഷൻ അതാണ്, അതായത് ഒറ്റ ടൈം തന്നെ രണ്ട് ചെയിൻ വർക്ക് ചെയ്യും. നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, ഇല്ലെങ്കിൽ ഗൂഗിളിൽ ഡ്യൂപ്ലക്സ് ചെയിൻ നോക്കിയാൽ അതിന്റെ ഫിഗേഴ്സ് കിട്ടും. ഡ്യൂപ്ലക്സ് ചെയിൻ യൂസ് ചെയ്യുന്നത് എഞ്ചിൻ പവർ ക്ലച്ചിലെത്തിക്കാണ്, കാര്യം വളരെ ഹൈ പവർ ആയിരിക്കും അത്. ഒന്ന്, രണ്ട്, ഡിസ്റ്റൻസ് കുറവാണ്, നമുക്ക് എഞ്ചിനകത്ത് സ്പേസ് കുറവാണ്. ഡിസ്റ്റൻസ് കുറയുമ്പോൾ എന്താണ്, ലെങ്ത് കുറയും. ലെങ്ത് കുറയുമ്പോൾ സ്പ്രോക്കറ്റിന്റെ സൈസും കുറയണം. സ്പ്രോക്കറ്റിന്റെ സൈസ് കുറഞ്ഞാൽ കോൺടാക്ട് ഏരിയ കുറഞ്ഞു പോകും. കോൺടാക്ട് ഏരിയ കുറഞ്ഞാൽ നമുക്ക് കുറച്ച് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ കൂടുതൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ രണ്ട് ചെയിൻ ഇടും. അതിനാണ് ഡ്യൂപ്ലക്സ് ചെയിൻ എന്ന് പറയുന്നത്. ഡ്യൂപ്ലക്സ് മാത്രമല്ല ട്രിപ്ലക്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളത് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ ഫിഗേഴ്സ് കിട്ടും. നോക്കി മനസ്സിലാക്കി വെച്ചേക്കാം. നിങ്ങൾക്ക് ഡ്യൂപ്ലക്സ് ചെയിനെ കുറിച്ചൊന്നും സിലബസിൽ മെൻഷൻ ചെയ്തിട്ടില്ല, നിങ്ങൾ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി പറഞ്ഞതാണ്. നിങ്ങൾക്ക് മെയിൻ ആയിട്ട് സൈലന്റ് ചെയിനും റോളർ ചെയിനും മാത്രം പഠിച്ചാൽ മതി. ഇനി ലെഫ്റ്റ് സൈഡിൽ കാണുന്നതിന് ബക്കറ്റ് എലിവേറ്റേഴ്സ് ചെയിൻ എന്ന് പറയും. അതൊരു സ്പെഷ്യൽ ആർക്കിടെക്ചർ ഉള്ളതാണ്, അതൊരു ആപ്ലിക്കേഷൻ. ഇതൊക്കെ ആപ്ലിക്കേഷൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഇനി നടുക്ക് താഴെ കാണിച്ചിരിക്കുന്നത് ഫോർക്ക് ലിഫ്റ്റ്, ലെഫ്റ്റ് സൈഡിൽ എൻഡിൽ കാണിച്ചിരിക്കുന്നത് ആണ് ബക്കറ്റ് ചെയിൻ. ഓക്കെ, ഇതൊക്കെയാണ് ഒരു ബേസിക് ആപ്ലിക്കേഷൻ. എവിടേക്കാണ് ചെയിൻ ഡ്രൈവ് യൂസ് ചെയ്യുന്നതാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഓക്കെ, ഫിഗേഴ്സ് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് ഒക്കെ എപ്പോഴും റിമെമ്പർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. സൈലന്റ് ചെയിൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചെയിൻ ആണ്. സൈലന്റ് ചെയിൻ എന്ന് പറഞ്ഞാൽ സിലബസിൽ സൈലന്റ് ചെയിൻ സ്പെഷ്യൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത് ഉറപ്പായിട്ടും പഠിച്ചു വെച്ചേക്കുക. ഇതുവരെ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടില്ല സൈലന്റ് ചെയിനെ കുറിച്ച്. ചോദിക്കാതിരിക്കാം, എങ്കിലും ചോദിച്ചാൽ നമുക്ക് ഒരു 5 to 6 ലൈൻസ് എഴുതാനുള്ള നോളജ് ഉണ്ടായിരിക്കണം. ഓക്കെ, സൈലന്റ് ചെയിൻ നിങ്ങളെ ഫിഗർ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ആ താഴെ ഞാൻ സൈലന്റ് ചെയിന്റെ ലിങ്ക് കാണിച്ചിട്ടുണ്ട്. സൈലന്റ് ചെയിന്റെ ആ ലിങ്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് സൈലന്റ് ചെയിൻ എന്നുള്ള ഐഡിയ കിട്ടും. ഓക്കെ, സൈലന്റ് ചെയിന്റെ സ്പ്രോക്കറ്റ് നിയർലി ഒരു ഗിയർ പോലെ തന്നെയാണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അതുപോലെ സൈലന്റ് ചെയിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ നോയ്സ് ഇല്ലാതെ വർക്ക് ചെയ്യാൻ കഴിയുന്ന, കൂടുതൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എലമെന്റ് ആണ് സൈലന്റ് ചെയിൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ നോർമൽ ഒരു സ്പ്രോക്കറ്റ് ചെയിൻ എന്ന് പറഞ്ഞാൽ രണ്ട് റൗണ്ട് അതിനകത്തൂടെ പിന്നെ കണക്ട് ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന് ഒരു ലെഗ്സ് ഫിറ്റ് ചെയ്ത പോലെ, രണ്ട് കാലുകളുള്ള പോലെയാണ് സൈലന്റ് ചെയിന്റെ ആർക്കിടെക്ചർ. താഴത്തെ ലിങ്ക് നോക്കിയാൽ മതി. നോർമൽ റോളർ ചെയിൻ ഉള്ളതിനേക്കാളും താഴോട്ടൊരു നോസിൽ പോലെ ഒരു സാധനം പോയേക്കുന്നതാണോ ലെഗ്സ് എന്ന് വിളിക്കുക അതിനെ. അപ്പൊ ഈ വരുന്നുണ്ട് ചെയിൻ ലിങ്ക് സ്പ്രോക്കറ്റിനിടയിൽ കയറുമ്പോൾ താഴോട്ട് ഈ ലെഗും കൂടെ പോകും. അപ്പം അതിനും കോൺടാക്ട് ഏരിയ കിട്ടും. നോർമലി നമുക്ക് താഴോട്ടൊന്നും എലമെന്റ് റോളർ ചെയിൻ ഇല്ലാത്തതുകൊണ്ട് കോൺടാക്ട് ഏരിയ കുറവാണ്. പക്ഷേ സൈലന്റ് ചെയിന് റോളർ ചെയിനെ അപേക്ഷിച്ച് നോക്കിയാൽ കോൺടാക്ട് ഏരിയ വളരെ കൂടുതലാണ്. കോൺടാക്ട് ഏരിയ ഒരുപാട് കൂടുമ്പോൾ നമുക്ക് കൂടുതൽ പവർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നോയ്സ് കുറയ്ക്കാനും പറ്റും. കാരണം റോളർ ചെയിൻ ഇതിനകത്ത് റോളേഴ്സ് ഇല്ല. ആ ഫിഗർ കാണാൻ പറ്റും നിങ്ങൾക്ക്, റോളേഴ്സ് ഒന്നും ഇല്ല അതിനകത്ത്. റോളർ ഉണ്ടെങ്കിൽ റോളർ കറങ്ങുന്ന സൗണ്ട് കേൾക്കും, അതാണ് നോയ്സ് ഉണ്ടാക്കുന്നത്. ഇവിടെ പക്ഷേ അത് ഫ്രിക്ഷൻ കുറയ്ക്കും. പക്ഷെ നമുക്ക് ഇവിടെ റോളേഴ്സ് ഇല്ല. പക്ഷെ പകരം നമുക്ക് കോൺടാക്ട് ഏരിയ കൂട്ടി കൂടുതൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും, പക്ഷെ പവർ ട്രാൻസ്മിഷൻ ഒരുപാട് കൂടുതൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് വളരെ ഡിഫിക്കൽട്ട് ആണ്. ലൂബ്രിക്കേഷൻ വളരെ കൂടുതലും വേണം, എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യാനും പറ്റത്തില്ല. ഇതാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ്. ഈ കോസ്റ്റും കൂടുതലാണ്. സോ ഇനി ഞാൻ എഴുതുന്ന പോയിന്റ്സ് വായിച്ചു നോക്കാം. സൈലന്റ് ഈ സ്റ്റേറ്റ്മെന്റ് ഞാൻ എടുത്തിരിക്കുന്നത് ബ്രിട്ടാനിക് എൻസൈക്ലോപീഡിയ എന്നാണ്. സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ്, നിങ്ങൾക്ക് ഇത് എക്സാമിന് എഴുതാം. ഇത് ഞാൻ എടുക്കാൻ കാര്യം എല്ലാ ടെക്സ്റ്റിലും സൈലന്റ് ചെയിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. ഇതൊന്ന് ബണ്ടാരി ടെക്സ്റ്റിലുണ്ട്, വേറെ എല്ലാ ടെക്സ്റ്റിലും ഒന്നും ഞാൻ കണ്ടില്ല. അതുകൊണ്ടാണ് ഞാനിത് വേറെ ഡെഫിനേഷൻ നോക്കിയെടുത്തത്. സോ എ സൈലന്റ് ചെയിൻ ഈസ് എസെൻഷ്യലി ആൻ അസംബ്ലി ഓഫ് ഗിയർ റാക്സ് ഈച്ച് വിത്ത് 2 teeth pivotally connected to form a closed chain. അതാണ് ആ താഴെ കാണിച്ചിരിക്കുന്ന ലിങ്ക്. ഓക്കെ, ദ ലിങ്ക്സ് ആർ പിൻ കണക്റ്റഡ്. അതിനകത്ത് പിൻ ഉണ്ട്, പക്ഷേ റോളേഴ്സ് ഇല്ല. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, സൂക്ഷിച്ച് നോക്കിയാൽ ഫിഗറിലെ നടുക്ക്, താഴത്തെ ഫിഗറിലെ നടുക്ക് പിന്നെ കാണാൻ പറ്റും. ഓക്കെ, ടു ഫോം എ ക്ലോസ്ഡ് ചെയിൻ ദ ലിങ്ക്സ് ആർ പിൻ കണക്റ്റഡ് ഫ്ലാറ്റ് സ്റ്റീൽ പ്ലേറ്റ്സ് വിത്ത് സ്ട്രെയിറ്റ് ടീത്ത്. കുറെ ഫ്ലാറ്റ് സ്റ്റീൽ പ്ലേറ്റിനെ കണക്ട് ചെയ്ത് സ്ട്രെയിറ്റ് ടീത്ത് ഉള്ള പിൻ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് സൈലന്റ് ചെയിൻ എന്ന് പറയുന്നത്. സൈലന്റ് ചെയിൻസ് ആർ ക്വയറ്റർ ദാൻ അതർ റോളർ ചെയിൻസ്. റോളർ ചെയിൻ വെച്ച് നോക്കിയാൽ ക്വയറ്റ് ആണ്, കാര്യം മറ്റേതുപോലെ റോൾ ചെയ്ത് സൗണ്ട് ഉണ്ടാക്കത്തില്ല. സൈലന്റ് ചെയിൻസ് ക്യാൻ ഓപ്പറേറ്റ് അറ്റ് ഹയർ സ്പീഡ്സ് ആൻഡ് സൈലന്റ് ചെയിൻസ് ക്യാൻ ട്രാൻസ്മിറ്റ് മോർ ലോഡ്. കാര്യം എന്താണ് മോർ ലോഡ് ട്രാൻസ്മിറ്റ് കാര്യം? കോൺടാക്ട് ഏരിയ വളരെ കൂടുതലാണ്. ഫോർ സെയിം വിഡ്ത്ത് ദാൻ റോളർ ചെയിൻ. ഇതേ സൈസുള്ള റോളർ ചെയിൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സൈലന്റ് ചെയിന് പറ്റും. അടുത്ത മാനുഫാക്ചറിംഗ് ഇസ് ഡിഫിക്കൽട്ട് ആൻഡ് കോസ്റ്റ് ഈസ് ഹൈ. അത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നോർമൽ ആർക്കിടെക്ചർ അല്ല, മാനുഫാക്ചറിങ് ഇത്തിരി ഡിഫിക്കൽട്ട് ആണ്, കോസ്റ്റും കൂടുതലാണ്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് എടുത്തേ. സൈലന്റ് ചെയിന്റെ ഒരു ഡീറ്റെയിൽ ഒരു ഫിഗർ ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ട്.
സൈലന്റ് ചെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നത് കണ്ടോ. നോർമൽ റോളർ ചെയിൻ ആണെങ്കിൽ നിങ്ങൾ ഈ മുകളിലത്തെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലെ മുകളിലത്തെ ഫിഗർ നോക്കിയാൽ മതി. നോർമൽ റോളർ ചെയിൻ ആണെങ്കിൽ ആ റോളർ മാത്രമേ ഉണ്ടാവുള്ളൂ, ആ പിന്ന് പോകുന്ന സ്ഥലവും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതുപോലെ താഴോട്ട് നമ്മുടെ എലമെന്റ് ഒന്നും വരത്തില്ല. ഇതിൽ താഴോട്ട് ലെഗ് പോലെ ഒരു എലമെന്റ് താഴോട്ട് വന്ന് കോൺടാക്ട് ഏരിയ കൂടുതൽ കിട്ടും. കോൺടാക്ട് ഏരിയ കൂടുന്നതുകൊണ്ട് കൂടുതൽ പവറും ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും, സൈലന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ബേസിക്കലി സൈലൻസ് എന്ന് പറഞ്ഞാൽ. തിയറി ചോദിക്കാൻ മാത്രമേ ചോദിക്കത്തുള്ളൂ, ചോദിച്ചാൽ അത് എഴുതാനുള്ള നോളജ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, ഒരു ഫിഗറും വരയ്ക്കുക. ആസ് പുറകെ റൈറ്റ് സൈഡിൽ മുകളിൽ കാണിച്ചിരിക്കുന്ന ഫിഗർ മാത്രം വരച്ചാൽ മതി. റൈറ്റ് സൈഡിൽ മുകളിൽ ഞാനൊരു ഫിഗർ കാണിച്ചിട്ടില്ലേ, അത് മാത്രം, അത് അതിനെ ഡിസസംബിൾ ചെയ്തതാണ്. ഓക്കെ, ലിങ്ക് പ്ലേറ്റും ഗേറ്റ് പ്ലേറ്റും അതിനെ കണക്ട് ചെയ്യാൻ ഒരു പിന്നും, ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇത് ആ ഫിഗർ മാത്രം ഓർത്ത് ഞാൻ പറഞ്ഞ പോയിന്റ്സും മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ എഴുതാം. ഓക്കെ, അടുത്ത സ്ലൈഡ്. പോളിഗണൽ ആക്ഷൻ. പോളിഗണൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ലൈഡിന്റെ ചെയിൻ ഡ്രൈവിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് പോളിഗണൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ. പോളിഗണൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ നോക്കി ഒരു സ്പ്രോക്കറ്റിലൂടെ ഒരു ചെയിൻ ഡ്രൈവ് പോയേക്കുവാണ്, ആ ഫിഗർ നോക്കി. പോളിഗണൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോളിഗൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെയിൻ ഒരു പോളിഗൺ പോലെയാണ് പോയിരിക്കുന്നത് അല്ലേ. പക്ഷെ ബെൽറ്റ് ഡ്രൈവ് ആണെങ്കിൽ ഒരു സർക്കിൾ ആയിട്ടേ പോകത്തുള്ളൂ. ചെയിൻ എപ്പോഴും ഒരു പോളിഗൺ ആയിട്ടേ പോകത്തുള്ളൂ. അപ്പൊ പോളിഗണൽ ആക്ഷൻ കാരണം നമുക്ക് ഫോഴ്സ് പല ഡയറക്ഷനിലും പലത് വരികയും ചെയ്യും, വെലോസിറ്റി റേഷ്യോ ഇൻകൺസിസ്റ്റന്റ് ആവുകയും ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡിസൈൻ ചെയ്യാനും പാടാണ്, പവർ ലോസസ് ഒരുപാട് ഉണ്ടാവുകയും ചെയ്യും. സോ അത് കുറയ്ക്കാനുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടീത്ത് കൂട്ടുക, ചെയിൻ അതുവഴി ചെയിൻ ലിങ്ക്സ് കൂട്ടുക. ചെയിന്റെ ലിങ്കിന്റെ നമ്പർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇനി എഡ്ജസ് വരും. എഡ്ജിന്റെ നമ്പർ കൂടുന്തോറും അത് സർക്കിളിന്റെ ഷേപ്പ് അറ്റൈൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അതായത് ഇപ്പൊ ഒരു സ്ക്വയറിനെക്കാട്ടിലും മോർ സർക്കിളായിട്ട് കാണുന്നതല്ലേ നിങ്ങൾ ഈ ഫിഗർ കാണുന്നത് അല്ലേ. ഒരു സ്ക്വയറിനേക്കാൾ കൂടുതലായിട്ട് സർക്കിളായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്നതാണ് ഒരു ഹെക്സഗൺ. ഹെക്സഗണിനേക്കാളും കൂടുതൽ ക്ലോസ് ആയിട്ട് നിൽക്കുന്നതാണ് ഒക്ടഗൺ. അതുപോലെ നമ്പർ ഓഫ് എഡ്ജസ് കൂടുന്തോറും അത് സർക്കിളിനോട് അടുത്ത് വന്നുകൊണ്ടേയിരിക്കും. അത് സർക്കിളിനോട് അടുത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം പവർ ലോസും വെലോസിറ്റി റേഷ്യോ അറ്റൈൻ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ പോളിഗണൽ ആക്ഷൻ ഈസ് ആൾസോ കോഡൽ ആക്ഷൻ. കോഡൽ ആക്ഷൻ കാരണം ഇത് കോഡ്സ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇതിനെ കോഡൽ ആക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ കോഡൽ ആക്ഷൻ എന്ന് എക്സാമിന് ചോദിക്കാം. പോളിഗണൽ ആക്ഷൻ സിലബസിൽ കൃത്യമായിട്ട് പറഞ്ഞേക്കുന്നുണ്ട്, നിങ്ങൾ അത് പഠിച്ചാൽ മതി. കോഡൽ ആക്ഷൻ എന്നുള്ളതിന്റെ മറ്റൊരു പേരാണ്. ഓക്കെ, ദ ചെയിൻ പാസസ് ത്രൂ ദ സ്പ്രോക്കറ്റ് ആസ് എ സീരീസ് ഓഫ് കോഡൽ ലിങ്ക്സ്. കോഡ് വഴി കണക്ട് ചെയ്തിരിക്കുന്ന കുറെ ലിങ്ക് പോലെയാണ് ചെയിൻസ് വർക്ക് ചെയ്യുന്നത്. ദിസ് ആക്ഷൻ ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് എ നോൺ സ്ലിപ്പിംഗ് ബെൽറ്റ് റാപ്ഡ് അറൌണ്ട് എ റൊട്ടേറ്റിംഗ് പോളിഗൺ. സ്ലിപ്പ് ചെയ്യാത്തൊരു ബെൽറ്റ് വർക്ക് ചെയ്യുന്നത് പോലെയാണ് ചെയിൻ പാസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റ്, ചെയിൻ ലിങ്ക്സ് മൂവിങ് അറൌണ്ട് ദ റേഡിയസ് ഓഫ് ദ സ്പ്രോക്കറ്റ് കാസസ് ദ ലീനിയർ ചെയിൻ സ്പീഡ് ടു വേരി. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്പർ ഓഫ് എഡ്ജസ് കുറവായിട്ടുള്ള, അതായത് നമ്പർ ഓഫ് ലിങ്ക്സ് കുറവായിട്ടുള്ള, നമ്പർ ഓഫ് ടീത്ത് കുറവായിട്ടുള്ള പവർ ട്രാൻസ്മിഷന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയിൻ സ്പീഡിനെ ഫ്ലക്ച്വേറ്റ് ചെയ്യും. അതായത് വെലോസിറ്റി റേഷ്യോ ഇൻകൺസിസ്റ്റന്റ് ആവും. നമ്മൾ ഉദ്ദേശിക്കുന്ന വെലോസിറ്റി റേഷ്യോ അറ്റൈൻ ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് കാസ് എ ഹൊറിസോണ്ടൽ റൈസ് ആൻഡ് ഫാൾ ഓഫ് ദ മോഡ്യൂൾ. ദ പോളിഗണൽ എഫക്ട് ഈസ് ടിപ്പിക്കൽ ഫോർ ആൾ ചെയിൻ സിസ്റ്റം. എല്ലാ ചെയിൻ സിസ്റ്റത്തിലും പോളിഗണൽ എഫക്ട് ഉണ്ടാവും. സോ ആ എഫക്ട് നമ്മൾ ഒഴിവാക്കണം. ഒഴിവാക്കാനായിട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടീത്ത് കൂട്ടുക, അതുവഴി നമ്പർ ഓഫ് ലിങ്ക്സ് കൂട്ടുക. അത് ഒരു വഴിയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് കുറച്ച് പവർ ട്രാൻസ്മിഷൻ ഉള്ള സ്ഥലത്ത് പോലും മിനിമം നമ്പർ ഓഫ് ലിങ്ക്സ് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്പീഡ് വേരിയേഷൻ ഇസ് ഡിപ്പെൻഡിങ് ഓൺ ദ നമ്പർ ഓഫ് സ്പ്രോക്കറ്റ്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്പീഡ് വേരിയേഷൻ ഇസ് ഡിപ്പെൻഡിങ് ഓൺ ദ നമ്പർ ഓഫ് സ്പ്രോക്കറ്റ് ടീത്തിന്റെ എണ്ണം അനുസരിച്ചാണ് സ്പീഡ് വേരിയേഷൻ ഉണ്ടാവുന്നത്. അപ്പൊ സ്പ്രോക്കറ്റ് ടീത്തിന്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് ഫ്ലക്ച്വേഷൻ കുറയ്ക്കാൻ പറ്റും. ടു അവോയ്ഡ് ദിസ് യൂസ് sprocket with a minimum number of 12 teeth in order to limit the polygonal effect. More teeth will further reduce the effect. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് 30-40 ടീത്ത് ഒന്നും കൊടുക്കാൻ പറ്റില്ല. നോർമലി ഒരു മോട്ടോർ സൈക്കിളിന്റെ റോയൽ എൻഫീൽഡ് മോട്ടോർ സൈക്കിൾ എടുത്ത ഇന്ന സ്പ്രോക്കറ്റ് വരുന്ന 16-17 ടീത്താണ്. ഓക്കെ, ഔട്ടർ സ്പ്രോക്കറ്റിൽ 30-32 ടീത്ത് ആണ് വരുന്നത്. അപ്പോൾ അവിടെ 17 വെച്ച്, അതിനേക്കാൾ ഹയർ ആപ്ലിക്കേഷൻ ഉള്ളത് ചിലപ്പോൾ അതിൽ കൂടുതൽ വയ്ക്കും. അപ്പൊ നമ്മുടെ പക്ഷെ മിനിമം ഒരു 12 അബോവ് വെച്ച് കഴിഞ്ഞാൽ പോളിഗണൽ ആക്ഷൻ റെഡ്യൂസ് ചെയ്യാമെന്നുള്ളതാണ് അതിന്റെ പോയിന്റ്. ആ പോയിന്റ് ഒന്നുകൂടെ വായിക്കാൻ. ടു അവോയ്ഡ് ദിസ് യൂസ് എ സ്പ്രോക്കറ്റ് വിത്ത് എ മിനിമം ഓഫ് 12 teeth in order to limit the polygon effect. More teeth will further reduce the effect. To minimize the effect, choose the diameter of the roller based on the nominal pitch. Nominal pitch അതായത് നമ്മുടെ പിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് റോളേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ്. അതായത് ഒരു ചെയിൻ ലിങ്കിനകത്തുള്ള രണ്ട് റോളർ തമ്മിലുള്ള ഡിസ്റ്റൻസിന് പിച്ച് എന്ന് പറയുന്നത്. അപ്പൊ പിച്ച് എത്രയാണോ അതിനനുസരിച്ച് വേണം ഡയമീറ്റർ ചൂസ് ചെയ്യാൻ എന്നാണ് ആ പോയിന്റ് പറയുന്നത്. ഫോർ സ്മൂത്ത് ഓപ്പറേഷൻ ഓഫ് ദ ചെയിൻ ഡ്രൈവ്സ് യൂസ് ഹയർ നമ്പർ ഓഫ് ടീത്ത്. നമ്പർ ഓഫ് ടീത്ത് കൂട്ടി കഴിഞ്ഞാൽ ഓപ്പറേഷൻ കൂടുതൽ സ്മൂത്ത് ആവും. എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കൂട്ടാൻ പറ്റത്തില്ല. നമ്മുടെ ഫീസിബിലിറ്റി അനുസരിച്ച് വേണം നമ്പർ ഓഫ് ടീത്ത് ചൂസ് ചെയ്യാൻ. ഇപ്പൊ നമുക്ക് ഡിസൈൻ ചെയ്തപ്പോൾ നമ്പർ ഓഫ് ടീത്ത് 2 or 3 കിട്ടി, എന്നാലും മിനിമം നമ്പർ 12 എടുക്കണം എന്നാണ് അതിന്റെ പോയിന്റ്. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റ്,
ഇറ്റ് ഗീവ്സ് ബെറ്റർ ലൈഫ് എക്സ്പെക്ടൻസി ടു ദ ചെയിൻ വിത്ത് ലെസ് നോയ്സ് ഡ്യൂറിംഗ് ഓപ്പറേഷൻ. പോളിഗണൽ എഫക്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ അതായത് നമ്പർ ഓഫ് ടീത്ത് കൂട്ടി പോളിഗണൽ എഫക്ട് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ലൈഫ് എക്സ്പെക്ടൻസി കൂടും, നമുക്ക് നോയ്സ് കുറയ്ക്കാനും പറ്റും. അപ്പോൾ ഇതാണ് നമ്പർ ഓഫ് ടീത്ത് കൂടി കഴിഞ്ഞാൽ കോൺടാക്ട് ഏരിയ കൂടും, കൂടുതൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും, എഫിഷ്യൻസി കൂടും, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നോർമലി നമ്മൾ ഡിസൈൻ കിട്ടുന്ന അതേപോലെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പോളിഗണൽ എഫക്ട് കാരണം ലോസ് ഉണ്ടാവുമെന്നാണ് ഈ പോയിന്റ് പറയുന്നത്. ഓക്കെ, ഈ ഫിഗർ അല്ലാണ്ട് വേറെ ഫിഗേഴ്സ് ഒക്കെ ടെക്സ്റ്റിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റെഫർ ചെയ്യാം. ഇത് ഞാൻ ഇന്റർനെറ്റിൽ നിന്ന് എടുത്ത ഫിഗറാണ്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഡിസൈൻ പ്രൊസീജിയറിലോട്ട് പോകാം. ഓക്കെ, അപ്പൊ എങ്ങനെ ചെയിനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരുപാട് ടൈപ്പ് ഓഫ് ചെയിൻസ് നിങ്ങൾ പഠിച്ചു. റോളർ ചെയിൻ പഠിച്ചു, ഡ്യൂപ്ലക്സ് ചെയിൻ പഠിച്ചു, സൈലന്റ് ചെയിൻ പഠിച്ചു, ലീഫ് ചെയിൻ കണ്ടു, ലാമിനേറ്റഡ് ചെയിൻ കണ്ടു. നിങ്ങൾ ആകെ പഠിക്കേണ്ട റോളർ ചെയിൻ മാത്രമാണ്. ഓക്കെ, ഡിസൈനിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇതുവരെയും കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. അതായത് സിലബസിലുണ്ടെങ്കിലും കഴിഞ്ഞ 2 പരീക്ഷയ്ക്കും ചെയിൻ ഡ്രൈവിന് ക്വസ്റ്റ്യൻ വന്നില്ല. 2 തവണ വന്നത് ബെൽറ്റ് ഡ്രൈവും വി ബെൽറ്റ് ഡ്രൈവും ആണ്. അപ്പോൾ ഇത്തവണ വരവില്ല, നമുക്ക് അങ്ങനെ പ്രഡിക്റ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല, ഇത് വളരെ ഈസിയാണ്, നിങ്ങൾ പഠിക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നതെന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്നും അവൈലബിൾ അല്ല. സോ എങ്ങനെ ചോദിക്കുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ക്ലിയർ ഐഡിയ ഇല്ല. അത് എങ്ങനെ വേണോ വരാം. സോ നമുക്ക് അതിന്റെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ പഠിച്ചു വയ്ക്കാം. ചിലപ്പോൾ ഡിസൈൻ ചോദിക്കാം, ചിലപ്പോൾ ഡിറ്റർമൈൻ ചോദിക്കാം, എങ്ങനെ വേണോ ചോദിക്കാം. എങ്ങനെ ചോദിച്ചാൽ ഒരു 15 മാർക്സ് നിങ്ങൾക്ക് ഷുവർ ആയിട്ടും കിട്ടാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ്. അപ്പൊ ഇത്തവണ വരാതിരിക്കാം. എന്നാൽ നിങ്ങൾ കഴിഞ്ഞ 2 തവണ വന്നില്ല, അതുകൊണ്ട് ഇത്തവണ വരത്തില്ല, പഠിക്കരുത്, അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. അത് നമ്മുടെ മിയർ ലക്കാണ്. വരാതിരിക്കാം, നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രൊസീജിയർ നോക്കാം. ഡിസൈൻ ഓഫ് ചെയിൻ ഡ്രൈവിന്റെ പ്രൊസീജിയർ പഠിക്കുന്നതിന് മുമ്പ് ബേസിക്കലി ചെയിൻ ഡ്രൈവ് എന്താണെന്നുള്ള ഐഡിയ മനസ്സിൽ കൊണ്ടുവരിക. ഒരു ഇന്നർ സ്പോക്കറ്റ് ഉണ്ട്, ഒരു ഔട്ടർ സ്പോക്കറ്റ് ഉണ്ട്, കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ചെയിൻ ഉണ്ട്. ഓക്കെ, സ്റ്റെപ്പ് 1, ഫൈൻഡ് ദ വെലോസിറ്റി റേഷ്യോ. വെലോസിറ്റി റേഷ്യോ ചിലപ്പോൾ ക്വസ്റ്റിന് ഡയറക്റ്റ് തരും, തന്നിട്ടില്ലെങ്കിൽ വെലോസിറ്റി റേഷ്യോ കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടാവും, അത് ഉപയോഗിച്ച് വെലോസിറ്റി റേഷ്യോ കണ്ടുപിടിക്കുക. സിമ്പിൾ. നമ്മുടെ ഫണ്ടമെന്റൽ ഇക്വേഷൻ I = N1/N2 = d2/d1 = Z/. ഇല്ല, കാരണം അത് ഫ്ലെക്സിബിൾ മെമ്പേഴ്സിനെ അത് വെച്ചുള്ള ഡയമീറ്റർ കണ്ടുപിടിച്ചാൽ ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രത്യേക ഇക്വേഷൻസ് യൂസ് ചെയ്താണ്, അതിനെ സേഫ് ഇക്വേഷൻസ് യൂസ് ചെയ്ത് വേണം ഡയമീറ്റർ കണ്ടുപിടിക്കാൻ. അതുകൊണ്ടാണ് ഡയമീറ്റർ ഞാൻ ഒഴിവാക്കിയത്. ഓക്കെ, അടുത്ത ഫൈൻഡ് ദ നമ്പർ ഓഫ് ടീത്ത് ഇൻ സ്മാളസ്റ്റ് പോക്കറ്റ് Z1 കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇക്വേഷൻസ് ഒന്നും വേണ്ട, നമുക്ക് ടേബിൾ ഉണ്ട്. ആ ടേബിളാണ് ഞാൻ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ടേബിൾ 14.36A. ഓക്കെ, 14.36A എന്ന് പറഞ്ഞാൽ ആ പേജിൽ ഏറ്റവും മുകളിലത്തെ ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 339 ആണെന്ന് തോന്നുന്നു, ഏറ്റവും മുകളിൽ കാണാമോ? അപ്പൊ നോക്കിയാൽ അതിനകത്ത് I നോക്കുക. നമ്മുടെ I എത്രയാണ്? നമ്മുടെ I ഇപ്പൊ 5 ആണെന്ന് നോക്കിയാൽ, അങ്ങനെയാണെങ്കിൽ നോക്കി 1 to 2 അല്ല, 2 to 3 അല്ല, 3 to 4 അല്ല, 4 to 5. അപ്പൊ 4 to 5 എടുക്കണോ 5 to 7 എടുക്കണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാം. ഇപ്പൊ 5 ആണെങ്കിൽ 5ന് നേരെ താഴെ വരുന്നത് 23 to 21 അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ 21 എടുക്കാം. ഓക്കെ, അപ്പൊ 5ന്റെ നമ്പർ ഓഫ് ടീത്ത്, മിനിമം നമ്പർ ഓഫ് ടീത്ത് Z1 21 ആണ്. അപ്പൊ വെലോസിറ്റി റേഷ്യോ 5 ആണെങ്കിൽ Z1 21 എടുക്കണം ടേബിൾ. ആ വാല്യൂ അതുപോലെ എഴുതി ഒരു സെന്റൻസ് ആയിട്ട് എഴുതി വെച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഓക്കെ, നമ്പർ ഓഫ് ടീത്ത് ഫോർ ദിസ് വെലോസിറ്റി റേഷ്യോ ഈസ് ദിസ്, അത്ര എഴുതി വെച്ചാൽ മാത്രം ഒരു സെന്റൻസ്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. അത് ഇപ്പൊ Z1 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ Z2 കണ്ടുപിടിക്കാൻ അറിയാലോ. I = Z2/Z1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ Z2 കിട്ടും. അപ്പൊ ആ സ്റ്റെപ്പിൽ തന്നെ Z1 കിട്ടും, Z2 കിട്ടും. അടുത്ത സ്റ്റെപ്പ് 3, ഫൈൻഡ് ദ പിച്ച്. പിച്ച് കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ നമ്മുടെ ഡേറ്റാ ബുക്കിലുണ്ട്. ഇക്വേഷന്റെ ഫിഗർ ഞാൻ അറ്റാച്ച് ചെയ്തില്ലെന്ന് തോന്നുന്നു. ഓക്കെ, പേജ് നമ്പർ 300 എടുത്ത് നോക്കുക. പേജ് നമ്പർ 300 നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ഞാനിപ്പോ ബോർഡ് നിങ്ങളുടെ സ്ലൈഡിൽ കാണാം നിങ്ങൾക്ക് ഇക്വേഷൻ. P = 10 × 60.67 / small n1 2/3. ഓർക്കേണ്ടത് അത് സ്മോൾ N1 ആണെന്നുള്ള കാര്യം മാത്രമാണ്, ബാക്കിയെല്ലാം നമുക്കറിയാം. ഉറപ്പായിട്ടും N1 ക്വസ്റ്റനിൽ ഉണ്ടായിരിക്കും. N1 എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് പോക്കറ്റ് വെലോസിറ്റി എന്ന് പറയും ചിലപ്പോൾ, അല്ലെങ്കിൽ പിനിയൺ എന്നുള്ള വാക്ക് നമ്മൾ ചെയിൻ ഡ്രൈവിൽ യൂസ് ചെയ്യാറില്ല. എങ്കിൽ സ്മോളസ്റ്റ് പോക്കറ്റിന്റെ വെലോസിറ്റി എത്രയാണോ അതാണ് N1 ഇൻ RPS-ലാണ് എൻട്രി ചെയ്യേണ്ടത്. അതാണ് സ്മോൾ N1 കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ RPM എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തെറ്റും. ഓക്കെ, അത് ഡേറ്റാ ബുക്കിൽ ഇക്വേഷനിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇക്വേഷൻ നമ്പർ 14.22B നോക്കുക. അതിന്റെ താഴെ ചെയ്തിട്ടുണ്ട് സ്മോൾ N1 ഇൻ ദ സ്പീഡ് ഓഫ് സ്മോളസ്റ്റ് പോക്കറ്റിന്റെ വെലോസിറ്റി ആണത്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ നോട്ട് ചെയ്യാൻ പറ്റും? ആ പിച്ച് കണ്ടുപിടിക്കാം. പിച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഞാൻ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ടേബിൾ എടുക്കുക. ടേബിളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടേബിൾ ആണല്ലോ, അതിന്റെ 2ാമത്തെ കോളമാണ് പിച്ച്. ഓക്കെ, പേജ് നമ്പർ 340 ആണെന്ന് തോന്നുന്നു. അപ്പൊ പേജ് നമ്പർ 340 നോക്കുക. അതിനകത്ത് 2ാമത്തെ കോളം നോക്കുക, പിച്ച്. നമുക്ക് കിട്ടിയ പിച്ച് എത്രയാണോ അതിന്റെ തൊട്ടടുത്തുള്ള സ്മോളർ പിച്ച് എടുക്കുക. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയത് ഒരു 28 എന്ന് കിട്ടി. 28 എന്ന് കിട്ടി കഴിഞ്ഞാൽ 28ന്റെ തൊട്ടടുത്തുള്ള ലാർജർ പിച്ച് എടുക്കരുത്, സ്മോളർ പിച്ച് എടുക്കുക. കാര്യം നമ്മൾ ചെയിൻ ഡിസൈൻ ചെയ്യുന്ന ഫ്രീ ഫ്ലൈറ്റ് ആണ്. അതുകൊണ്ട് പിച്ച് വലുതെടുക്കേണ്ട, ചെറുതെടുത്താൽ മതി.
ഓക്കെ, അപ്പോൾ പിച്ച് എത്രയാണെന്ന് നോക്കിയാൽ അതിന്റെ സ്മോളർ പിച്ച് എടുക്കുക, പ്രോബ്ലം നോക്കുമ്പോൾ മനസ്സിലാവും. അതാണ് സ്റ്റാൻഡേർഡ് പിച്ച്, അതിന് സ്റ്റാൻഡേർഡ് ചെയ്യാൻ പിച്ച്. അതിനുശേഷം താഴെ ഞാൻ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ നോട്ട് ചെയ്യുക: ചെയിൻ നമ്പർ, മെഷറിംഗ് ലോഡ്, ബ്രേക്കിംഗ് ലോഡ്. ആ ചെയിൻ നമ്പർ, മെഷറിംഗ് ലോഡും ബ്രേക്കിംഗ് ലോഡും അവിടെ നിന്ന് തന്നെ മെഷർ ചെയ്യാൻ പറ്റും. ചെയിൻ നമ്പർ ഫസ്റ്റ് കോളം, ബ്രേക്കിംഗ് ലോഡും മെഷറിംഗ് ലോഡും ലാസ്റ്റ് 2 കോളം നോക്കി, മെഷറിംഗ് ലോഡും ബ്രേക്കിംഗ് ലോഡും നമ്മുടെ നമ്പറിന്റെ നേരെ കിടക്കുന്ന വാല്യൂസ് നോക്കി എഴുതുക. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എപ്പോഴും സിംപ്ലക്സിന്റെ കോളം നോക്കിയാൽ മതി. ഡ്യൂപ്ലക്സ് ട്രിപ്ലക്സ് ഒന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്ക് സിംപ്ലക്സ് ചോദിക്കുള്ളൂ, ഡ്യൂപ്ലക്സ് ഒന്നും ചോദിക്കത്തില്ല. അപ്പൊ സിംപ്ലക്സിന്റെ കോളത്തിലുള്ള മെഷറിംഗ് ലോഡും ബ്രേക്കിംഗ് ലോഡും നോക്കി എഴുതുക. നെക്സ്റ്റ് സ്ലൈഡ്. ഹലോ, ഓക്കെ. അപ്പൊ ഫൈൻഡ് ദ പിച്ച് ഡയമീറ്റർ ഓഫ് ദ സ്പ്രോക്കറ്റ് ഡയമീറ്റർ കണ്ടുപിടിക്കുക. ഈ 2 ഇക്വേഷൻ ഡേറ്റ ബുക്കിലുണ്ട്, ഞാൻ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ സ്മോൾ ഡി ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാണ് ഇക്വേഷൻ കിടക്കുന്നത്. അവിടെ Z1 ഇട്ട് കൊടുത്ത D1 കിട്ടും, Z2 ഇട്ട് കൊടുത്ത D2 കിട്ടും. സ്റ്റാൻഡേർഡൈസ് ചെയ്യാനൊന്നും ടേബിൾ ഒന്നും ഇല്ല, നിയറസ്റ്റ് ഈവൻ നമ്പറിലോട്ട് റൗണ്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു P(Z(n)/1000 എന്നാണ്. ഇത് നമ്മുടെ ഡേറ്റ ബുക്ക് എടുത്ത റിലേഷൻഷിപ്പ് ആണ്, നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ തന്നെയാണ്. നമ്മുടെ സ്റ്റാൻഡേർഡ് വെലോസിറ്റിയെ തന്നെ റൗണ്ട് ചെയ്തെടുത്ത ഇക്വേഷൻ ആണ് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഡേറ്റ ബുക്കിലുണ്ട്. അതിൽ നിന്ന് വെലോസിറ്റി കണ്ടുപിടിക്കുക. താഴെ ടാൻജൻഷ്യൽ ഫോഴ്സ് FT എന്നാണ് നമ്മൾ ഇതുവരെ നൊട്ടേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ F ഇത് 1000 p/CS/വെലോസിറ്റി എന്ന് പറഞ്ഞ ഇക്വേഷൻ തന്നെയാണിത്. പക്ഷേ CS ഇവിടെ ഇട്ടിട്ടില്ല എന്നേ ഉള്ളൂ. CS നമ്മൾ അടുത്ത ഇക്വേഷനിൽ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇവിടെ CS ഇടാത്തത്. ഓക്കെ, ഇതിന്റെ ഡേറ്റ ബുക്കിലുള്ള ഇക്വേഷൻ തന്നെയാണ്. 2 റൈറ്റ് സൈഡിൽ പേജ് നമ്പർ 300 കാണാൻ പറ്റും. നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, അപ്പോൾ ഫൈൻഡ് ദ അലോവബിൾ വർക്കിംഗ് സ്ട്രെസ് പെർ സ്ട്രാൻഡ് കണ്ടുപിടിക്കാനായിട്ടാണ് FW ഇക്വേഷൻ. വർക്കിംഗ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു FU അൾട്ടിമേറ്റ് സ്ട്രെസ്. അത് നമ്മൾ മുമ്പ് എടുത്തിട്ടുണ്ട്, മുമ്പത്തെ സ്റ്റെപ്പ് 3 എടുത്തിട്ടുണ്ട്. പിച്ച് കണ്ടുപിടിച്ച സ്റ്റെപ്പിൽ KS ആണ് നമ്മൾ സർവീസ് ഫാക്ടർ. സർവീസ് ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ പ്രത്യേകം നെക്സ്റ്റ് സ്ലൈഡ് സർവീസ് ഫാക്ടർ കണ്ടുപിടിക്കാൻ പ്രത്യേകം ടേബിൾ ഉണ്ട്. ടേബിൾ ഇപ്പോൾ കാണിച്ചു തരാം. ഈ ടേബിളിൽ നിന്നാണ് നമ്മൾ സർവീസ് ഫാക്ടർ എടുക്കാനായിട്ട്. താഴെ കാണാൻ പറ്റും KSന്റെ വാല്യൂ എടുക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് സർവീസ് ഫാക്ടറിന്റെ വാല്യൂ എടുക്കുക. ഫാക്ടർ സേഫ്റ്റി കണ്ടുപിടിക്കാനായിട്ട് ഇനി ഒരു ടേബിൾ ഉണ്ട്. വീണ്ടും നെക്സ്റ്റ് എടുത്ത് അടുത്ത സ്ലൈഡിൽ ഫാക്ടർ സേഫ്റ്റി കണ്ടുപിടിക്കാനുള്ള ടേബിളിനെയും കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ സ്ലൈഡിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഫാക്ടർ സേഫ്റ്റിയും കണ്ടുപിടിക്കാം. സർവീസ് ഫാക്ടറും ഫാക്ടർ സേഫ്റ്റിയും കണ്ടുപിടിക്കാൻ സ്മോളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങളുടെ ലോഡിനനുസരിച്ചുള്ള നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് നിങ്ങൾക്ക് കിട്ടും. കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട. ഡെസിമൽ വരുവാണെങ്കിൽ നിയറസ്റ്റ് നമ്പറിലോട്ട്, ഈവൻ നമ്പർ നോക്കുന്ന നിയറസ്റ്റ് നമ്പറിലോട്ട് റൗണ്ട് ചെയ്താൽ മതി. ഓക്കെ, ഇക്വേഷൻ നമ്മുടെ അവിടെ തന്നെ കിടക്കുന്നത്. J is equal to F/FW. F FW നമുക്ക് ആൾറെഡി അറിയാം. F എന്ന് പറഞ്ഞാൽ ടാൻജൻഷ്യൽ ലോഡ്, FW എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ലോഡ് പെർ സ്ട്രാൻഡ്. രണ്ടും തൊട്ട് മുമ്പ് എടുത്തിട്ടുണ്ട്. രണ്ടിന്റെ റേഷ്യോ എടുക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ. അടുത്തത് ആക്ച്വൽ ഫാക്ടർ സേഫ്റ്റി. നമ്മൾ ഒരു ഫാക്ടർ സേഫ്റ്റി നേരത്തെ എടുത്തിട്ടുണ്ട്, എങ്കിലും ആക്ച്വൽ ഫാക്ടർ സേഫ്റ്റി എത്രയെന്ന് അറിയണം. ആക്ച്വൽ ഫാക്ടർ സേഫ്റ്റി കണ്ടുപിടിക്കാനാണ് ഈ ഇക്വേഷൻ. ഇക്വേഷൻ ഈ പേജിൽ തന്നെ കിടപ്പുണ്ട്, നോക്കിയാൽ റൈറ്റ് സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇക്വേഷൻ നമ്പർ 14.20O. ആ ഇക്വേഷനകത്ത് FU ഡിവൈഡഡ് ബൈ F പ്ലസ് FC പ്ലസ് FS. ഓക്കെ, ഇതിനകത്ത് FU നമുക്ക് ആൾറെഡി അറിയാം, നമ്മൾ മുമ്പത്തെ സ്റ്റെപ്പിൽ എടുത്തിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ടേബിൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. F ആൾറെഡി അറിയാം, ടാൻജൻഷ്യൽ ലോഡ്. FC കണ്ടുപിടിക്കാൻ ഇവിടെ ഇക്വേഷൻ ഉണ്ട്, WV²/G. W എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഡെൻസിറ്റി ആണ്. അത് നമ്മൾ തൊട്ട് മുമ്പത്തെ എടുത്ത് നമ്മൾ വെയിറ്റ് മെഷറിംഗ് ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം സ്റ്റെപ്പ് 3 എടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് ഇത്. മെഷറിംഗ് ലോഡ് ഫ്രം സ്റ്റെപ്പ് 3 ഞാൻ എഴുതിയിട്ടുണ്ട്. അത് അതുപോലെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. വെലോസിറ്റി ആൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, Gയുടെ വാല്യൂ അറിയാം, അപ്പോൾ FC കിട്ടി. ഇനി വേണ്ട FS കണ്ടുപിടിക്കാനായിട്ട് K2W ആൾറെഡി അറിയാം, C1. അപ്പൊ K2 C1 മാത്രം കണ്ടുപിടിച്ചാൽ മതി. K2 എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് സാഗ്. നെക്സ്റ്റ് സ്ലൈഡ് എടുത്ത് K2 എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് സാഗ്. അത് കണ്ടുപിടിക്കാൻ ടേബിൾ ഉണ്ട്. ഈ ടേബിളിൽ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് സാഗ് കണ്ടുപിടിക്കാൻ പറ്റും. 14.38 ഏറ്റവും താഴെ കണ്ടോ. അത് നമ്മുടെ വാല്യൂസ് നോക്കി അതിന് കോഎഫിഷ്യന്റ് ഓഫ് സാഗ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഹൊറിസോണ്ടൽ ആണോ, എത്ര ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടാണോ ചെയിൻ പോയിരിക്കുന്നത്, വെർട്ടിക്കൽ ചെയിൻ ആണോ എന്നൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഹൊറിസോണ്ടൽ ചെയിൻ എടുത്താൽ മതി. ഓക്കെ, ഹൊറിസോണ്ടൽ ചെയിൻ്റെ വാല്യൂ നിങ്ങൾക്ക് കാണാമല്ലോ 6. അപ്പോൾ ക്വസ്റ്റ്യനിൽ അങ്ങനെ സ്പെഷ്യൽ മെൻഷൻ ഒന്നുമില്ല. ചെയിൻ ഇൻക്ലൈൻഡ് ചെയ്യുന്നോ വെർട്ടിക്കൽ ചെയ്യുന്നോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ 6 അങ്ങോട്ട് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത C1 is equal to D1 plus D2. അത് മിനിമം സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ആണ്. 2 സ്പ്രോക്കറ്റിന്റെ ഡയമീറ്റേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം അത്രയും സെന്റർ ഓഫ് ഡിസ്റ്റൻസ് വേണമെന്നാണ്. ചില ക്വസ്റ്റ്യൻസിൽ സെന്റർ ഓഫ് ഡിസ്റ്റൻസ് തരുവാണെങ്കിൽ നിങ്ങൾ അത് ഇവിടെ ഇടുക.
തന്നിട്ടില്ല എങ്കിൽ d1 പ്ലസ് d2 എന്ന് എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ചെയിൻ ലെങ്ത് പിച്ചസ്. അപ്പൊ ചെയിൻ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ കാണിക്കുന്ന 2 ഇക്വേഷൻസ് ഉണ്ട്. അപ്പൊ പല ടെസ്റ്റിലും പല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് 2 ഇക്വേഷനിൽ ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. പക്ഷേ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് വേണം നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ മാറ്റം വരും. ഓക്കെ, ഇപ്പൊ ഞാനിപ്പോ ഫോളോ ചെയ്തിരിക്കുന്നത് ആദ്യത്തെ എക്സാക്ട് സെന്റർ ഓഫ് ഡിസ്റ്റൻസ് അല്ലെ എക്സാക്ട് ലെങ്ത്, അപ്രോക്സിമേറ്റ് ലെങ്ത് അല്ലെ എക്സാക്ട് ലെങ്ത് ഇക്വേഷൻ എടുത്തിരിക്കുന്നത്. അതിനകത്ത് 2CP cos ആൽഫ പ്ലസ് 1/2 Z1 പ്ലസ് Z2 ആൽഫ Z1 പ്ലസ് Z2 ബൈ 180. ഈ ഇക്വേഷനകത്ത് നിങ്ങൾക്ക് Z1 ഓൾറെഡി അറിയാം, Z2 ഓൾറെഡി അറിയാം, ആൽഫ വേണം, CP വേണം അല്ലെ. ആൽഫ കണ്ടുപിടിക്കാൻ താഴെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, സൈൻ ഇൻവേഴ്സ് d2 മൈനസ് d1 ബൈ 2c. ഇത് ഞാൻ ഡേറ്റ ബുക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ആ ഇക്വേഷൻ ഏറ്റവും താഴെ കാണാം നിങ്ങൾക്ക്. ഈ ഇക്വേഷനിൽ തന്നെ എഴുതിയിട്ടുണ്ട്, 14.22H തന്നെ എഴുതിയിട്ടുണ്ട്. ആൽഫ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ CP is equal to C/P എന്നാണ്. CP എന്ന് പറഞ്ഞാൽ C പെർ പിച്ച് ആണ്, അതിനെയാണ് CP എന്ന് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് C/P എന്ന് എഴുതിയിരിക്കുന്നത്. ടോട്ടൽ C ഡിവൈഡഡ് ബൈ ടോട്ടൽ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ പിച്ച്, അതാണ് CP. അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ടോട്ടൽ സെന്റർ ഡിസ്റ്റൻസ് നമുക്ക് തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ തന്നെ അറിയാം, ക്വസ്റ്റിന് തരും, അല്ലെങ്കിൽ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിക്കും. അത് ഡിവൈഡഡ് ബൈ പിച്ച് സ്റ്റെപ്പ് 3 തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് CPയും കിട്ടും. അപ്പൊ എല്ലാം കിട്ടും, LP കിട്ടും, ഈസി. ഓക്കെ, അടുത്ത ലെങ്ത് ഓഫ് ചെയിൻ. ഓക്കെ, LP എന്ന് പറഞ്ഞാൽ ലെങ്ത് പെർ പിച്ച് ആണ്. ഒരു പിച്ചിന് ഇത്ര ലെങ്ത് വേണം. അപ്പൊ ടോട്ടൽ ലെങ്ത് എത്ര? LP ഇൻറ്റു ടോട്ടൽ പിച്ച്, അത്രേ ഉള്ളൂ. അപ്പൊ ഒരു പിച്ചിന് ഇത്ര ലെങ്ത് വേണം. ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പിച്ച് എത്രയാണോ അത് ഇൻറ്റു LP. അപ്പൊ അത് സിമ്പിൾ, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഇക്വേഷന് ഡേറ്റ ബുക്കിൽ തന്നെ ഉള്ള ഇക്വേഷൻ ആണ്. നെക്സ്റ്റ് സ്ലൈഡ്. എക്സാക്ട് സെന്റർ ഡിസ്റ്റൻസ്. എക്സാക്ട് സെന്റർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പല ടെസ്റ്റിലും പല മെത്തേഡ്, ചിലരിൽ കണ്ടുപിടിച്ചിട്ടേ ഇല്ല. സോ നിങ്ങളിപ്പോൾ ഇത് കണ്ടുപിടിച്ചില്ലെങ്കിലും നിങ്ങൾ വലുതായിട്ട് അത് അഫക്ട് ചെയ്തില്ല. ഇതിന്റെ ആൻസർക്ക് ഇതുവരെ വന്നിട്ടില്ലാത്തതുകൊണ്ടും വാല്യൂഷൻ ഞാൻ ഇതുവരെയും വാല്യൂ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടും ഏതൊക്കെ പോയിന്റിന് എങ്ങനെ മാർക്ക് വരുമെന്ന് എനിക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അത് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന പ്രൊഫസറുടെ ചോയ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് മാക്സിമം കാര്യങ്ങൾ പഠിക്കാം. അപ്പൊ LP ഇത് ലാസ്റ്റ് സ്റ്റെപ്പ് ആണ്. എക്സാക്ട് സെന്റർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്രോക്സിമേറ്റ് സെന്റർ ഡിസ്റ്റൻസ് ആണ് യൂസ് ചെയ്തതെങ്കിൽ എക്സാക്ട് സെന്റർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതായത് ക്വസ്റ്റിനിൽ ഒരു സെന്റർ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് എങ്കിലും നമ്മുടെ ഡിസൈൻ അനുസരിച്ച് നമുക്ക് വേറെ സെന്റർ ഓഫ് ഡിസ്റ്റൻസ് കാണും. ലൈക്ക് എവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചെയിൻ ബെൽറ്റ് ഡ്രൈവ് നേരത്തെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ക്വസ്റ്റിനിൽ തരുന്ന സെന്റർ ഡിസ്റ്റൻസ് തന്നെ ആവണമെന്നില്ല നമ്മൾ യഥാർത്ഥ സെന്റർ ഡിസ്റ്റൻസ്. അത് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ നമുക്ക് ഒരു വഴിയേ ഉള്ളൂ. നമ്മൾ മുമ്പ് കണ്ടുപിടിച്ച ഇക്വേഷൻ എഴുതുക, ആ ഇക്വേഷൻ എഴുതിയിട്ട് ഇതിനകത്ത് CP അൺനോൺ ആയിട്ട് ഇടുക. നമ്മൾ മുമ്പ് കണ്ടുപിടിച്ച LP ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് CP അൺനോൺ ആയിട്ട് ഇടുക. ആ എന്നിട്ട് CP എന്ന് പറഞ്ഞ C is equal to CP എന്ന് പറഞ്ഞാൽ C/P എന്നാണ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് C is equal to P into CP. ആ CE ആണ് എക്സാക്ട് സെന്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കും, അല്ല എങ്കിൽ നിങ്ങൾക്ക് നമ്മൾ LPക്ക് 2 ഇക്വേഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൽ രണ്ടാമത്തെ ഇക്വേഷൻ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ യൂസ് ചെയ്യണം. എന്നിട്ട് ഇവിടെ ഈ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്ത് കമ്പയർ ചെയ്യാം. ഓക്കെ, എങ്ങനെയാണെങ്കിലും രണ്ടാമത് കണ്ടുപിടിക്കുന്ന വാല്യൂവിൽ ചെറിയ ഫ്ലക്ച്വേഷൻ വരും. ഓക്കെ, അപ്പൊ ഈ ഇത് നമ്മുടെ സെന്റർ ഓഫ് ഡിസ്റ്റൻസിന്റെ സെയിം തന്നെ വരണമെന്നില്ല. കാര്യം സ്റ്റാൻഡർഡൈസേഷന്റെ ഭാഗമായിട്ട് ലെങ്ത് ഡെസിമൽസ് ഒക്കെ റൗണ്ട് ചെയ്യുന്നതിനുകൊണ്ട് ചെറിയ വ്യത്യാസം വരും. വലിയ ഡിഫറൻസ് വരണമെന്നില്ല. ടെക്സ്റ്റിൽ എല്ലാത്തിലും ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾ ഇത് തന്നെ ഫോളോ ചെയ്താൽ മതി. ഇതാണ് ഏറ്റവും സിമ്പിൾ. ഒട്ടും കോംപ്ലക്സിറ്റീസ് ഒന്നുമില്ല. നമ്മൾ ഡേറ്റ ബുക്കിലുള്ള ഇക്വേഷൻസ് മാത്രം മതി. ഓക്കെ, വേറെ ബണ്ടാരി ടെക്സ്റ്റിലൊന്നും ഇങ്ങനെ ഒരു കാര്യം കണ്ടുപിടിച്ചിട്ടേ ഇല്ല. ഇപ്പൊ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ടെക്സ്റ്റിൽ ഈ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ല. സെന്റർ ഓഫ് ഡിസ്റ്റൻസ് മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങളിത് പഠിക്കാതിരിക്കണ്ട. നിങ്ങൾ ഇത് ഈ ഒരു സ്റ്റെപ്പോട് എഴുതാം, സിമ്പിൾ സ്റ്റെപ്പ് അല്ലേ. ഓക്കെ, അപ്പൊ ഇത്രയും പ്രൊസീജിയേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസൈൻ കംപ്ലീറ്റ് ആവും. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് എടുത്ത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒന്നും ഇല്ലല്ലോ. ഞാൻ താഴെ എഴുതിയിട്ടുണ്ട് പുട്ട് വാല്യൂ ഓഫ് LP ഇൻ ആൻഡ് ഫൈൻഡ് CP. അതായത് LPയുടെ വാല്യൂ നമ്മൾ തൊട്ടുമ്പോൾ കണ്ടുപിടിച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, CP കണ്ടുപിടിക്കുക, CP കണ്ടുപിടിച്ചിട്ട് താഴെ എടുത്തിട്ട് കൊടുക്കുക, അപ്പൊ നമുക്ക് CE കിട്ടും. ഇത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഞാൻ സ്പീഡിൽ പോകുന്നത് ടൈം കുറവേണ്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ വീഡിയോ യൂട്യൂബിൽ ഇടുമ്പോൾ അവിടെ കുറച്ച് സ്ലോയിൽ ഒന്ന് കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഒരു ഞാനൊരു ചൂസ് ചെയ്തൊരു ക്വസ്റ്റൻ ആണ്. ഇഷ്ടംപോലെ ക്വസ്റ്റൻസ് ഉണ്ട് പല ടെക്സ്റ്റിലുമായിട്ട്. ഞാൻ ഈ ക്വസ്റ്റൻ ചൂസ് ചെയ്തതിന് സ്പെസിഫിക് റീസൺ ഒന്നുമില്ല. ഇതിൽ ഒരുവിധം പല കാര്യങ്ങളും വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഒരു ഡേറ്റ ഇല്ലാത്തൊരു ക്വസ്റ്റൻ ചെയ്തതിനേക്കാളും കുറച്ച് ഡേറ്റ തന്ന ആ ഡേറ്റാസിനെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനകത്ത് കുറച്ച് അധികം ഡേറ്റാസ് ഉള്ള ക്വസ്റ്റൻ ചൂസ് ചെയ്തത്. ഓക്കെ, ഡിസൈൻ എ റോളർ ചെയിൻ ഫോർ എ ബക്കറ്റ് എലിവേറ്റർ to be driven by a gear motor. Okay, the gear motor has 6 kilowatt and runs at 120 RPM. അതാണ് നമ്മുടെ ലോഡ് കണ്ടീഷൻ. ഇതിനകത്തുനിന്ന് ടോർക്ക് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ അത് മുമ്പോട്ട് പോകാം. ഓക്കെ, നമുക്ക് ഇവിടെ ടോർക്കിന്റെ ആവശ്യമില്ല, ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. സ്പീഡ് ഓഫ് ദ ബക്കറ്റ് എലിവേറ്റർ 60 RPM. 2 RPM തന്നിട്ടുണ്ട്. അതായത് സ്മാളസ്റ്റ് റോക്കറ്റിന്റെയും ലാർജസ്റ്റ് റോക്കറ്റിന്റെയും RPM തന്നിട്ടുണ്ട്. അതിന്റെ റേഷ്യോ എടുത്താൽ വെലോസിറ്റി റേഷ്യോ കിട്ടും. ഓക്കെ, I കിട്ടും.
ദ സെന്റർ ഡിസ്റ്റൻസ് ഈസ് 1100 millimeter, അതായത് 1.1 മീറ്റർ. സെന്റർ ഡിസ്റ്റൻസ് തന്നിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാം സി ഈസ് ഈക്വൽ ടു d1 plus d2 divided by 2 എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്യാം. d1 plus d2 അത് മതി, d1 plus d2 എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് സെന്റർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ദ എലിവേറ്റർ ഓപ്പറേറ്റ്സ് 10 hours per day with a mild shock. അത് കണ്ടുപിടിച്ചിരിക്കുന്ന അത് തന്നിരിക്കുന്ന എന്തിനാണ്? സർവീസ് ഫാക്ടർ കണ്ടുപിടിക്കാനാണ്. സോ സർവീസ് ഫാക്ടർ കണ്ടുപിടിക്കാൻ നമുക്ക് സ്പെസിഫിക് ടേബിൾ ഉണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ കാണിച്ചില്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം സൊല്യൂഷനിൽ നോക്കാം. അവിടെ പോയി നമ്മൾ അതിന്റെ സർവീസ് ഫാക്ടർ എത്രയാണെന്ന് കണ്ടുപിടിച്ച് അത് തന്നെ യൂസ് ചെയ്യാം. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് 1 യൂസ് ചെയ്യരുത്, 1 കാരണം ഫ്ലെക്സിബിൾ മെമ്പർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഗിയറിലൊക്കെ നിങ്ങൾക്ക് 1 എടുക്കാൻ ചുമ്മാ കുഴപ്പമില്ല. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ 1 മുകളിലുള്ള ഏതെങ്കിലും വാല്യൂസ് ടേബിളിൽ നിന്ന് എടുക്കാം. ഇപ്പൊ ഗിവൺ ഡേറ്റാസ് ഏതൊക്കെ പവർ ഉണ്ട്, 2 RPM ഉണ്ട്, നെക്സ്റ്റ് ലൈറ്റ് 2 RPM ഉണ്ട്, സെന്റർ ഡിസ്റ്റൻസും ഉണ്ട്. സെന്റർ ഡിസ്റ്റൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം, പക്ഷേ ബാക്കി ഡേറ്റ എസെൻഷ്യൽ ആണ്. ഓക്കെ, ചില ക്വസ്റ്റനിൽ RPM 2 തരാതെ പകരം വെലോസിറ്റി റേഷ്യോ ഡയറക്റ്റും തരും. അപ്പൊ ഫൈൻ ദ വെലോസിറ്റി റേഷ്യോ I is equal to n1 by n2, n1 120, n2 60. അപ്പൊ ഐയുടെ വാല്യൂ 2 എന്ന് കിട്ടി. ഐയുടെ വാല്യൂ 2 എന്ന് കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സ്റ്റെപ്പ് 2 ഡേറ്റ ബുക്കിൽ ഞാൻ സൈഡിൽ കാണിച്ചിരിക്കുന്ന ടേബിൾ എടുക്കുക. ടേബിള് നിങ്ങൾക്ക് കാണാമോ? എനിക്ക് ഓവർലാപ്പ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ആ ടേബിൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ടേബിള് താഴെ എഴുതിയിട്ടുണ്ട്, ടേബിൾ 14.36A, പേ നമ്പർ 339. അല്ലെ, പേ നമ്പർ 339 ഡേറ്റ ബുക്കിൽ എടുത്ത് നോക്കി. പേ നമ്പർ 339 ഫസ്റ്റ് ടേബിൾ തന്നെ അവിടെ നമ്മുടെ കിട്ടിയിരിക്കുന്ന വാല്യൂ 2 ആണ്. അല്ലേ, ഐയുടെ വാല്യൂ 2 ആണ്. 2ന് നേരെ താഴെ കിടക്കുന്ന വാല്യൂ 27 ആണ്. സോ നമ്പർ ഓഫ് ടീത്ത് ഓൺ സ്മോളർ സ്പ്രോക്കറ്റ് ആയി Z1ന്റെ വാല്യൂ 21 അല്ലെ 27. അപ്പൊ 27 ആണ്. അപ്പൊ Z1 27. Z1 27 ആണെങ്കിൽ I is equal to Z2 by Z1. അപ്പൊ Z2ന്റെ വാല്യൂ 27 into 2 54 എന്ന് കിട്ടും. നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ Z1 കിട്ടി, Z2 കിട്ടി. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് 3, ഫൈൻഡ് ദ പിച്ച്. പിച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ സ്മോൾ n1ന് RPSC കൊടുക്കുക. അതായത് RPM ഓഫ് ദ സ്മോളർ സ്പ്രോക്കറ്റ് എത്രയാണോ അതിനെ 60 കൊണ്ട് ഡിവൈഡ്, അതായത് 120 ഡിവൈഡ് ബൈ 60. ബാക്കിയൊക്കെ കോൺസ്റ്റന്റ് ആണ്. സോ 97.26 കിട്ടും. ഇനി അതിന് എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് വാല്യൂ കണ്ടുപിടിക്കാം. സ്റ്റാൻഡേർഡ് വാല്യൂ കണ്ടുപിടിക്കാൻ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ടേബിളിൽ പോവുക, പിച്ചിന്റെ കോളം രണ്ടാമത്തെ കോളം നോക്കുക. നമ്മുടെ 97.26 ആണ്. അതിന്റെ തൊട്ടടുത്തുള്ള സ്മോളർ വാല്യൂ എടുക്കണം. 97.26. നിങ്ങൾക്ക് ഈ പേ നമ്പർ 340 ഉപയോഗിക്കാൻ 341 ഒരു ടേബിൾ ഉണ്ട്. ഇവിടെ ഇല്ലാത്തതാണ് വരുന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി യൂസ് ചെയ്യാം. സോ നിങ്ങൾ നോക്കിയേ, പിച്ച് രണ്ടാമത്തെ കോളത്തിനകത്ത് നമുക്ക് കിട്ടിയ വാല്യൂ 97 കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന സ്മോളർ വാല്യൂ 88.90 ആണ്. 88.90. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ നിന്ന് ചെയിൻ നമ്പർ എഴുതുക, മെഷറിംഗ് ലോഡ് എഴുതുക, പിന്നെന്തോ എഴുതണ്ടേ, ബ്രേക്കിംഗ് ലോഡ് എഴുതുക. ഓക്കെ, ഒരു മിനിറ്റ്. ഞാൻ എടുത്തിരിക്കുന്നത് ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന 341 അല്ല, 340 ആണല്ലേ. ഞാൻ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന പേജ് അല്ല എടുത്തേക്കുന്നത്, ഇതിന്റെ തൊട്ടടുത്തൊരു പേജ് ഉണ്ട്, ഞാൻ അതാണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. അതിലില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഇതിലോട്ട് വന്നത്. ഞാൻ അറ്റാച്ച് ചെയ്ത ഫിഗർ മാറിപ്പോയി. പേ നമ്പർ 340 ഞാൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ 340 കയ്യിൽ ഡേറ്റ ഉണ്ടെങ്കിൽ 341 നോക്കി. പേ നമ്പർ 341 88 തന്നെയാണ് അവിടെ മിനിമം വാല്യൂ. അപ്പം ലെഫ്റ്റ് സൈഡിൽ നോക്കുക, ചെയിൻ നമ്പർ 228B. നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 228B ആണ് ചെയിൻ നമ്പർ. അവിടെ നിന്ന് നേരെ റൈറ്റ് സൈഡിൽ അങ്ങ് അറ്റത്തേക്ക് പോവുക. മെഷറിംഗ് ലോഡും ബ്രേക്കിംഗ് ലോഡും അവിടെ നോക്കി എഴുതുക. മെഷറിംഗ് ലോഡ് 1510.22 ന്യൂട്ടൺ ആൻഡ് ബ്രേക്കിംഗ് ലോഡ് 129.06. ഓക്കെ, അപ്പൊ ഈ രണ്ട് വാല്യൂ ഇവിടെ എഴുതി വെക്കുക. ഈ വാല്യൂസ് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ആവശ്യമുണ്ട്. അപ്പൊ നമ്മുടെ ചെയിന്റെ പേര് 228B എന്നാണ് നമ്മുടെ ചെയിന്റെ പേര്. അതിന്റെ മെഷറിംഗ് ലോഡ് ഇത്രയാണ്, ബ്രേക്കിംഗ് ലോഡ് ഇത്രയാണ്, പിച്ച് ഇത്രയാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്റ്റെപ്പ് 3 എഴുതണം. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. സ്റ്റെപ്പ് 4, ഫൈൻഡ് ദ പിച്ച് ഡയമീറ്റേഴ്സ് ഓഫ് ദ സ്പ്രോക്കറ്റ്. പിച്ച് ഡയമീറ്ററായി D1 D2 കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞ സിമ്പിൾ ഇക്വേഷൻ. റൈറ്റ് സൈഡിൽ ഒരു ഇക്വേഷൻ കിടപ്പുണ്ട്, പിച്ച് ഡിവൈഡഡ് ബൈ സൈൻ എന്ന് പറഞ്ഞ ഇക്വേഷൻ കിടപ്പുണ്ട്. Z1 അവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് D1 കിട്ടും, Z2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ D2 കിട്ടും. Z1 Z2 ആൾറെഡി അറിയാം, അതുകൊണ്ട് ഒരു കോംപ്ലക്സിറ്റിയിലെ സിമ്പിൾ. അപ്പൊ ഇതുപോലെ തന്നെ ഡയമീറ്റർ വെലോസിറ്റി സ്മോൾ തന്നെയാണ്. സോ RPS ഇപ്പൊ വെലോസിറ്റി കിട്ടും. ഓക്കെ,
ഈ ഇക്വേഷൻ നമ്മുടെ ഡേറ്റ ഒക്കെ തന്നെയുള്ള ഇക്വേഷൻ തന്നെ. അടുത്ത ടാൻജൻഷ്യൽ ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു 1000 പി ബൈ വെലോസിറ്റി. സി എസിന്റെ വാല്യൂ ഇവിടെ എടുക്കേണ്ട, നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എടുക്കാം. ഓക്കെ, അപ്പൊ 1000 ഇൻറ്റു പി അറിയാം, വെലോസിറ്റി അറിയാം. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ സിമ്പിൾ ഇക്വേഷൻ ടാൻജൻഷ്യൽ ഫോഴ്സ് ഇവിടെ നിന്ന് കിട്ടും. പിയും വിയും തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ ഇവിടെ നമുക്ക് അടുത്ത് ഫൈൻഡ് ദ അലോവബിൾ വർക്കിംഗ് സ്ട്രെസ് പെർ സ്ട്രാൻഡ്. അതാണ് എഫ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് യു ഡിവൈഡഡ് ബൈ എഫ് എസ് ഇൻറ്റു കെ എസ്. എഫ് എസ് ആണ് നമ്മുടെ ഫാക്ടർ സേഫ്റ്റി, കെ എസ് ആണ് സർവീസ് ഫാക്ടർ. അപ്പൊ നമ്മുടെ ക്വസ്റ്റിനെ ആൾറെഡി പറഞ്ഞിട്ടുണ്ട് വർക്കിംഗ് അവേഴ്സ് എത്രയാണ്, ടൈപ്പ് ഓഫ് ലോഡ് എത്രയാണെന്ന് ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. 10 hours പെർ ഡേ ആണെന്ന് തോന്നുന്നു. അപ്പൊ അതിനനുസരിച്ചുള്ള കെ എസ് വേണം നമ്മൾ ഡേറ്റ ഒക്കെ പോയി കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ അടുത്ത നെക്സ്റ്റ് സ്ലൈഡ് എടുത്തത്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എഫ് എസ് ഇസ് ഈക്വൽ ടു 1.9 ആണ്. നമുക്ക് അവിടെ സൈഡിൽ കാണാൻ തോന്നുന്നു പേ നമ്പർ 338. അവിടെ എഫ് എസിന്റെ ടേബിൾ ഉണ്ടോ? പേ നമ്പർ 338 എടുത്ത എല്ലാവരും. എഫ് എസ് എവിടെ? കെ എസ് ആണ് ഞാൻ അവിടെ നിന്ന് എടുത്തേക്കുന്നത്. എഫ് എസ് അടുത്ത ടേബിൾ ആണ്. കെ എസ് ഇസ് ഈക്വൽ ടു കണ്ടുപിടി. കെ എസ് എന്ന് പറഞ്ഞാൽ സർവീസ് ഫാക്ടർ. ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ നോക്കി ഞാൻ 8 to 10 hour പെർ ഡേ ആണെന്ന് തോന്നുന്നു. അതിനനുസരിച്ചുള്ള വാല്യൂസ് അവിടെ നിന്ന് ചൂസ് ചെയ്യുക. 1.9 ആണ് എടുത്തേക്കുന്നത്. അപ്പൊ ലൈറ്റ് ലോഡ് നോർമൽ 8 to 10 hour പെർ ഡേ കാണാം. പേ നമ്പർ 338 ഏറ്റവും താഴെ 8 to 10 hour പെർ ഡേക്ക് താഴോട്ട് നോക്കുക. ലൈറ്റ് ലോഡ് നോക്കുക. വാല്യൂ 1.2 to 1.9 ആണ്. ഞാൻ ഇഷ്ടമുള്ള വാല്യൂ എടുക്കുക. അതിനിടയ്ക്കുള്ള ഞാൻ 1.9 ചൂസ് ചെയ്തു. അടുത്ത ഫാക്ടർ സേഫ്റ്റി കണ്ടുപിടിക്കാനായിട്ട് പേ നമ്പർ 339 എടുക്കുക. ഫാക്ടർ സേഫ്റ്റി കണ്ടുപിടിക്കാനായിട്ട് നോക്കുക. ഇതൊന്നും ഇമ്പോർട്ടൻ്റ് ആക്കി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ളതാണ്. ഫാക്ടർ സേഫ്റ്റി നെക്സ്റ്റ് സ്ലൈഡ് എടുത്തേ. നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ സാർ, ഇതിൽ എഫ് യു വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട്. എഫ് യു വാല്യൂ നമ്മൾ സ്റ്റെപ്പ് 3 നമ്മൾ ടേബിൾ നോക്കി എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് 3 പിച്ച് കണ്ടുപിടിച്ചതിന് ശേഷം ആ ടേബിളിൽ നിന്ന് മെഷറിംഗ് ലോഡും ബ്രേക്കിംഗ് ലോഡും എടുത്തില്ലേ, അതിലുള്ളതാണ് അതിലെ ബ്രേക്കിംഗ് ലോഡാണ് എഫ് യു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ടേബിൾ 13.37 എടുത്തേ. പേ നമ്പർ 339. അവിടെ നിന്നാണ് ഫാക്ടർ സേഫ്റ്റി എടുക്കേണ്ടത്. ഫാക്ടർ സേഫ്റ്റി എടുക്കേണ്ടത് നമ്മുടെ സ്മോളർ സ്പോക്കറ്റിന്റെ സ്പീഡ് എത്രയാണെന്ന് താഴോട്ട് നോക്കുക. പിച്ചിന്റെ റോ നോക്കുക. എന്നിട്ട് വേണം ചൂസ് ചെയ്യാൻ. സപ്പോസ് പിച്ചിന്റെ റോ ഇതിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്തെടുക്കാം. എങ്ങനെ റേഷ്യോ വഴി കൺവേർട്ട് ചെയ്തും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ചിലപ്പോൾ നമുക്കുള്ള പിച്ചും വെലോസിറ്റിയും മാച്ച് ആയിട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇത് വെലോസിറ്റി വെച്ച് റേഷ്യോ എടുത്ത് ഇന്റർപോളേറ്റ് ചെയ്ത് വാല്യൂ എടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. അല്ല സാർ, പ്രീവിയസ് ഒരു സ്ലൈഡ് ഞാൻ ഡേറ്റാക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഒന്നുകൂടി പ്രീവിയസ് എടുത്തേ. ഓക്കെ, ഇവിടെ അപ്പം നമുക്ക് ഫാക്ടർ സേഫ്റ്റിയുടെ വാല്യൂ 7.72 എന്ന് കിട്ടും. ആ രണ്ട് വാല്യൂസും മുകളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇൻ ന്യൂട്ടൺസ് കിട്ടും. ഓക്കെ സാർ, നെക്സ്റ്റ് ഒന്നുകൂടെ. നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് J is equal to F by FW. നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് കണ്ടുപിടിക്കാൻ, നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് ആൻഡ് നമ്പർ ഓഫ് ലിങ്ക്സ് കണ്ടുപിടിക്കാനായിട്ട് F by FW എടുക്കുക. ആൾറെഡി F എന്ന് പറഞ്ഞ ടാൻജൻഷ്യലോടെ FW തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. F by FW എടുക്കുക. 0.142 ഈ പ്രോബ്ലത്തിന് കിട്ടിയത്. എപ്പോഴും അങ്ങനെ പറഞ്ഞൊന്നുമില്ല, 2, 3, 4 ഒക്കെ വരാം. അതും ഈ ലോഡ് ഇതിപ്പോൾ വളരെ കുറച്ച് ലോഡുള്ള ഒരു പ്രോബ്ലം ആണ്, അതുകൊണ്ടാണ് ഇത്രയും ചെറിയ വാല്യൂ വന്നത്. എപ്പോഴും ഇങ്ങനെ പറഞ്ഞതില്ല, ഹയർ വാല്യൂം വരാം. ഇപ്പൊ ഇതിനെ വാല്യൂ റൗണ്ട് ചെയ്ത് എടുക്കുമ്പോൾ 1 എന്ന് എടുക്കാം. കാര്യം നിയറസ്റ്റ് നമ്പറിലേക്ക് റൗണ്ട് ചെയ്ത് ചിലപ്പോൾ 2.4 ആണ് എടുക്കുന്നെങ്കിൽ 3 എന്ന് എടുക്കുക. ഓക്കെ, മിനിമം നമ്മുടെ ലോഡിനനുസരിച്ചുള്ള നമ്പർ സ്റ്റാൻഡ് ഇതാണ്, എങ്കിലും ഇതായിരിക്കില്ല പ്രാക്ടിക്കൽ ആപ്ലിക്കേഷന് വരുന്നത്. ഓക്കെ, അടുത്ത ആക്ച്വൽ ഫാക്ടർ സേഫ്റ്റി കണ്ടുപിടിക്കാനായിട്ട് എഫ് യു ഡിവൈഡഡ് ബൈ എഫ് പ്ലസ് എഫ് സി പ്ലസ് എഫ് എസ് ആണെന്ന് പറഞ്ഞു. ഇതിനകത്തുള്ള വാല്യൂസ് എന്തെങ്കിലും അറിഞ്ഞുള്ളതുകൊണ്ട് അൾട്ടിമേറ്റ് ലോഡ് ആൾറെഡി അറിയാം, എഫ് ടി ആൾറെഡി അറിയാം. എല്ലാം അറിയാവുന്ന വാല്യൂസ് മാത്രമേ ഉള്ളൂ. എഫ് സി എഫ് എസ് എല്ലാം അറിയാം. അപ്പൊ കണ്ടുപിടിക്കുമ്പോൾ എഫ് എസിന്റെ വാല്യൂ 8.7. നമ്മൾ തൊട്ട് മുമ്പ് ടേബിളിൽ നിന്ന് എടുത്ത വാല്യൂ എത്ര 7.7 ആയിരുന്നു. പക്ഷെ ആക്ച്വൽ ഫാക്ടർ സേഫ്റ്റി 8.78 ഇട്ടാലേ ഡിസൈൻ സേഫ് ആവത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ഇത് ആക്ച്വൽ ഫാക്ടർ സേഫ്റ്റി കണ്ടുപിടിക്കുന്നതിനകത്തുള്ള ഓരോ അൺനോൺസ്. എഫ് സി എങ്ങനെ കണ്ടുപിടിക്കണം? എഫ് സി എന്ന് പറഞ്ഞാൽ W v²/g. ഈ W നമ്മൾ മെഷറിംഗ് ലോഡ് സ്റ്റെപ്പ് 3 ആൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഹൗ ടു ടേക്ക് ഫാക്ടർ സേഫ്റ്റി എടുത്ത ഡൗട്ട് ഉണ്ടോ? ഫാക്ടർ സേഫ്റ്റി എടുത്ത ഡൗട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞോട്ടെ. ആക്ച്വൽ ഫാക്ടർ സേഫ്റ്റി കണ്ടുപിടിക്കുന്നതിനകത്ത് എഫ് സിയും എഫ് എസും കൂടെ കണ്ടുപിടിക്കണം. എഫും എഫ് യു ആൾറെഡി അറിയാം. എഫ് സി കണ്ടുപിടിക്കാനായിട്ട് W v²/g. W നമ്മൾ ആൾറെഡി സ്റ്റെപ്പ് 3 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ടേബിളിൽ നിന്ന് എടുത്ത വാല്യൂ ഇൻറ്റു v². v² എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ g. ജിയുടെ വാല്യൂ അറിയാം. എഫ് സി കിട്ടി. ഇനി എഫ് എസ് കണ്ടുപിടിക്കുക. K2 W C1. W ആൾറെഡി അറിയാം. K2 C1 മാത്രം കിട്ടിയത്. K2 എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് സാഗ്. അത് കണ്ടുപിടിക്കാനാണ് റൈറ്റ് സൈഡിൽ ഒരു ടേബിൾ തന്നേക്കുന്നത്. സ്ലൈഡ് നോക്കി ടേബിൾ നോക്കി.
K2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേജ് നമ്പർ 339 ഏറ്റവും താഴെ. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഹൊറിസോണ്ടൽ അപ് ടു 40 ഡിഗ്രി, മോർ ദാൻ 40 ഡിഗ്രി, വെർട്ടിക്കൽ. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഹൊറിസോണ്ടൽ എടുക്കുക. അപ്പോൾ വാല്യൂ 6. എന്തിന്റെ വാല്യൂ ആണ് 6? K2 വാല്യൂ 6 എന്ന് കിട്ടി. റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെയുള്ള ടേബിൾ നോക്കിയാൽ മതി. K2 വാല്യൂ ഹൊറിസോണ്ടൽ ആണ് 6. അടുത്ത C1 മിനിമം സെന്റർ ഡിസ്റ്റൻസ്. മിനിമം സെന്റർ ഡിസ്റ്റൻസ് C1 D1 + D2 ആണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ നിങ്ങൾ അത് ഉപയോഗിക്കേണ്ട. കാര്യം ഈ ക്വസ്റ്റ്യൻ സെന്റർ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 1.1 മീറ്റർ ആണെന്ന്. നെക്സ്റ്റ് സ്ലൈഡ് എടുത്ത്. നെക്സ്റ്റ് സൈഡ് പ്രീവിയസ് സ്ലൈഡ് എടുത്തത് C1 വാല്യൂ ഞാൻ ഡയറക്റ്റ് ഇട്ടേക്കുവാണെന്ന് തോന്നുന്നു. ഒന്നുകൂടെ പ്രീവിയസ് സ്ലൈഡ് എടുത്തേ. C1 വാല്യൂ 1.1 ആണ്. ഞാൻ ഇവിടെ ഇട്ടിട്ടില്ല, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. C1 വാല്യൂ 1.1 ആണ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് സെന്റർ ഓഫ് ഡിസ്റ്റൻസ്. സോ അത് കൊടുക്കുക. 2 സ്ലൈഡ് എടുത്ത പോയി. അപ്പോൾ C1 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് അത് FS കിട്ടും. ഇത് ഈ 4 F-ന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി കിട്ടും. ഓക്കെ. ഇനി ലെങ്ത് ഓഫ് ചെയിൻ ഇൻ പിച്ചസ്. ലെങ്ത് ഓഫ് ചെയിൻ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ പറഞ്ഞ ഡേറ്റാ ബുക്കിൽ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് ആരും പറഞ്ഞില്ല. എന്താ നിങ്ങൾ കണ്ട മിസ്റ്റേക്ക്? ഡേറ്റാ ബുക്കിൽ മിസ്റ്റേക്സ് ഞാൻ നിങ്ങളുടെയൊക്കെ ഡേറ്റാ ബുക്കിൽ ഏറ്റവും ലാസ്റ്റ് ഒരു പേജ് വെച്ചിട്ടുണ്ട്. ഈ ഡേറ്റാ ബുക്കിൽ ഒരുപാട് തെറ്റുകളുണ്ട്. ആ തെറ്റുകൾ കറക്റ്റ് ചെയ്യാൻ ചിലതൊക്കെ ഞാൻ പറയുന്ന വീഡിയോസിൽ പറയാറുണ്ട്. പ്രീവിയസ് ലാസ്റ്റ് പേജിൽ കറക്ഷൻ പറയുന്നുണ്ട്. ഈ ചാപ്റ്റർ ഞാൻ കറക്ഷൻ ഒന്നും കണ്ടില്ല. ആക്ച്വലി 300-ല് 295-ലേ ഉള്ളൂ. കറക്ഷൻ പേപ്പറിലും കറക്ഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്സ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്നോട് പറയാം. ഞാനൊന്നും ശ്രദ്ധിച്ചില്ല. അപ്പൊ LP = ഈ ഇക്വേഷൻ നോക്കുക. LP = 2CP cos alpha. അതിൽ ആൽഫ കണ്ടുപിടിക്കണം, CP കണ്ടുപിടിക്കണം. ഓക്കെ. CP എന്ന് പറഞ്ഞാൽ എന്താണ്? സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് പെർ പിച്ച്. അപ്പൊ നമ്മുടെ സെന്റർ ഡിസ്റ്റൻസ് എത്രയാണോ അത് 1.1 മീറ്റർ എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിനെ പിച്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് CP. ഓക്കെ. അപ്പൊ 12.37 കിട്ടും. ഞാൻ താഴെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. CP = C/P. അപ്പൊ 1100 ഡിവൈഡഡ് ബൈ 88.9 ചെയ്യുമ്പോൾ CP വാല്യൂ കിട്ടും. ഇനി അത് ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? ആൽഫ = sin inverse D2 - D1/2C. D2 അറിയാം, D1 അറിയാം, C അറിയാം. ഓക്കെ. എന്തോ ഒരു ക്വസ്റ്റ്യൻ ആര് ചോദിച്ചു? സാറേ ക്വസ്റ്റ്യൻ പിന്നെ വായിക്കുവാണോ? ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് നോക്കാം. ഓക്കെ. അപ്പൊ CPയും ആൽഫയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് LP കണ്ടുപിടിക്കാം. CP കിട്ടി, ആൽഫ കിട്ടി. സോ LP കണ്ടുപിടിച്ചു. ഇനി എന്താ ഉള്ളത്? കിട്ടി. അപ്പൊ നമുക്ക് LP കിട്ടി. അതായത് ലെങ്ത് പെർ പിച്ച്. ഒരു പിച്ചിന് ഇത്ര ലെങ്ത് വേണം. അപ്പൊ ടോട്ടൽ ചെയിൻ ലെങ്ത് എത്ര? അതാണ് അടുത്ത സ്റ്റെപ്പ്. ടോട്ടൽ ഒരു പിച്ചിന് എത്ര ലെങ്ത് കിട്ടിയേ? 67 പിച്ചസ് ആണ് ഉള്ളത്. സോ ടോട്ടൽ ലെങ്ത് = P × LP. അതായത് പിച്ച് ആൾറെഡി അറിയാം. 88.9 × 67 5956 മില്ലിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ. അത് സ്റ്റാൻഡർഡൈസ് ചെയ്ത് എഴുതിയതാണ്. ഹൗ ടു ഗെറ്റ് CP എന്ന് പറഞ്ഞാൽ CP എന്ന് പറഞ്ഞാൽ എന്താണ്? C എന്ന് പറഞ്ഞാൽ സെന്റർ ഡിസ്റ്റൻസ്. CP എന്ന് പറഞ്ഞാൽ സെന്റർ ഡിസ്റ്റൻസ് പെർ പിച്ച്. ഒരു പിച്ചിന് ഇത്ര സെന്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ ടോട്ടൽ സെന്റർ ഡിസ്റ്റൻസ് എത്ര? 1100 ഡിവൈഡഡ് ബൈ പിച്ച്. അത്രേ ഉള്ളൂ. CP എന്ന് പറഞ്ഞാൽ C/P. C എന്ന് പറഞ്ഞാൽ ടോട്ടൽ സെന്റർ ഓഫ് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ പിച്ച്. അപ്പൊ ഒരു പിച്ചിന് ഇത്ര സെന്റർ ഡിസ്റ്റൻസ്. അത്രേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ ചെയിൻ ലെങ്തും കിട്ടി. ചെയിൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മോളിൽ കണ്ടുപിടിച്ച LPയെ പിച്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് സ്റ്റെപ്പ് എടുത്ത്. സാർ ആ ലെങ്ത്തിന്റെ ഇക്വേഷനിൽ ചെയിൻ ലെങ്ത്തിന്റെ ഇക്വേഷനിൽ പറയുന്ന മിസ്റ്റേക്ക് Z2 - Z1 പകരം Z1 + Z2 എന്നാണ് എന്റെ എഴുതിയേക്കുന്ന പുള്ളി പറഞ്ഞത്. ഞാൻ ടൈപ്പ് ചെയ്തതിന്റെ മിസ്റ്റേക്ക് ആയിരിക്കും. അത് ഡേറ്റാ ബുക്കിൽ മിസ്റ്റേക്ക് ആയിരിക്കില്ല. ഐ എം സോറി. ഞാനത് ഈ സ്ലൈഡ് ഉണ്ടാക്കിയപ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്തതിന്റെ മിസ്റ്റേക്ക് ആയിരിക്കും. ഞാൻ ഇപ്പുറത്ത് ഇറങ്ങുന്ന Z1 + Z2 അപ്പുറത്തോട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് അത് എഡിറ്റ് ചെയ്യാൻ മറന്നതായിരിക്കും. ഓക്കെ. സ്ലൈഡിലെ മിസ്റ്റേക്ക് തന്നെയാണ് കേട്ടോ. ഡേറ്റാ ബുക്കിലെ മിസ്റ്റേക്ക് അല്ല, അത് സ്ലൈഡിലെ മിസ്റ്റേക്ക് ആണ്. Z2 - Z1 തന്നെയാണ്. നിങ്ങളത് കറക്റ്റ് ചെയ്താൽ മതി. ഓക്കെ. നിങ്ങൾ എന്റെ സ്ലൈഡിലുള്ള മിസ്റ്റേക്ക് ആണ്, അത് കാര്യമാക്കണ്ട. ഓക്കെ. ആൻസർ കണ്ടുപിടിച്ചേക്കുന്നത് ഞാൻ എഴുതിയത് കറക്റ്റാണ്. അടുത്ത എക്സാക്ട് സെന്റർ ഡിസ്റ്റൻസ്. ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഈ സ്റ്റെപ്പ് നിങ്ങൾ എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷേ കണ്ടുപിടിക്കാൻ ജസ്റ്റ് ഈസിയാണത്. ഇത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ തൊട്ട് മുമ്പ് എഴുതിയ ഇക്വേഷൻ എഴുതുക. അതിനകത്ത് നമ്മൾ കണ്ടുപിടിച്ച LP വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് CP അൺനോൺ ആയിട്ട് ഇടുക. CP അൺനോൺ ആയിട്ട് ഇട്ടിട്ട് ആ CP എന്ന് പറഞ്ഞാൽ എന്താണ്? CP = C/P എന്നാണ്. അപ്പൊ C = P × CP. അതാണ് ഞാൻ താഴെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതാണ് C എന്താണ്? CE എഴുതിയിരിക്കുന്നത് എക്സാക്ട് സെന്റർ ഡിസ്റ്റൻസ് = പ്രീവിയസ് സ്ലൈഡ് എടുത്തേ സാർ. അവിടെ അപ്രോക്സിമേറ്റ് സെന്റർ ഡിസ്റ്റൻസ് എത്ര നമ്മൾ പ്രീവിയസ് സ്ലൈഡ് എടുക്കണ്ട. നമ്മൾ സെന്റർ ഡിസ്റ്റൻസ് എത്ര? 1100 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് കിട്ടിയ എക്സാക്ട് സെന്റർ ഡിസ്റ്റൻസ് എത്ര? 1099.6. ഇത് ജസ്റ്റ് പ്രൊസീജിയറിന് വേണ്ടി മാത്രം എഴുതുന്നതാണ്. ഇതിൽ വലിയ കാര്യമില്ല. കാര്യം നമ്മൾ എങ്ങനെ പോലും അത് അതിനടുത്തുള്ള വാല്യൂ തന്നെ വരും. കാര്യം സെയിം സ്റ്റെപ്പ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് അൺനോൺസ് മാറ്റിയിട്ട് പോകുന്നത്. ഇത് ഞാൻ വേറെ 1-2 സ്ഥലത്ത് നോക്കിയിട്ട് ഈ അപ്രോക്സിമേറ്റ് സെന്റർ ഡിസ്റ്റൻസിന് എക്സാക്ട് സെന്റർ ഡിസ്റ്റൻസിന് 2 ഇക്വേഷൻ ഉണ്ട്. കണ്ട സെന്റർ ഡിസ്റ്റൻസിനല്ല ലെങ്തിന്. നിങ്ങൾ ഡേറ്റ ബുക്കിൽ കാണാൻ പറ്റും. പക്ഷെ രണ്ടാമത്തെ ഇക്വേഷൻ ഒരിടത്ത് യൂസ് ചെയ്തിട്ടില്ല.
അതിന് കണക്ട് ചെയ്യാൻ ഞാൻ നോക്കി, എനിക്ക് ഒരു പ്രോപ്പർ സൊല്യൂഷൻ എനിക്ക് എങ്ങും കിട്ടിയില്ല. ടെക്സ്റ്റുകളിലൊന്നും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. നിങ്ങളൊരു നോമിനലായിട്ട് ഈ ഒരു സ്റ്റെപ്പ് എഴുതി വെച്ചാൽ മതി. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇത്. ബാക്കി കാര്യം സെന്റ് ഡിസ്റ്റൻസ് ആൾറെഡി തന്നിട്ടുണ്ട്. ആക്ച്വലി എക്സാക്ട് സെന്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അത് പ്രോപ്പർ ആയിട്ടുള്ള പ്രൊസീജിയർ ഞാൻ ഒരു ടെക്സ്റ്റിലും കണ്ടില്ല. ഇങ്ങനെ എന്തെങ്കിലും ഒരു സോഴ്സ് കിട്ടുവാണെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യുമ്പോൾ അതിന്റെ കമന്റിൽ മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അതിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ സാർ സി പിയുടെ കാര്യം സാർ പറഞ്ഞ സി പി കണ്ടുപിടിക്കുന്ന കാര്യമാണോ? സി പി നേരത്തെ പറഞ്ഞു. സി പി നമ്മൾ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ സി പി കണ്ടുപിടിക്കുന്ന സി പി സി ബൈ പി. സി എന്ന് പറഞ്ഞാൽ സെന്റർ ഡിസ്റ്റൻസ്, പി എന്ന് പറഞ്ഞാൽ പിച്ച്. ടോട്ടൽ സെന്റർ ഡിസ്റ്റൻസിനെ പിച്ച് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സി പി കിട്ടും. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ പ്രൊസീജിയർ കഴിഞ്ഞു, ഇത്ര സ്റ്റെപ്പേ ഉള്ളൂ. നെക്സ്റ്റ് സ്റ്റൈൽ എടുത്തത് ഇത്ര ഉള്ളെന്ന് തോന്നുന്നു. കൂടെ ഉള്ളു, പെട്ടെന്ന് ചോദിക്കും. എന്തെങ്കിലും മനസ്സിലാവാത്തതോ കൺസെപ്റ്റിൽ എന്തെങ്കിലും പ്രോബ്ലം, തിയറി പോർഷൻസിൽ എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചു. നമ്മൾ ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിന്റെ ഇടയ്ക്ക് തന്നെ ക്ലിയർ ആയി. ഇതിന്റെ പിന്നെ എക്സ്ട്രാ വന്നേക്കുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ടേബിൾ 14.39A ആൻഡ് 14.39B? നേരത്തെ എടുത്ത ഒരു ടേബിൾ അല്ലേ? ഒരു മിനിറ്റ്. ടേബിൾ രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് 14.39Aയും 14 ടൈറ്റിൽ വായിച്ചു നോക്കിയാൽ മതി. അതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തത് ബേസ് ചെയിനും രണ്ടാമത്തത് പ്രിസിഷൻ റോളർ ചെയിൻസുമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എപ്പോഴും 14.39B എടുക്കുക. അതിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ മാത്രം 14.39A എടുക്കുക. കാരണം 14.39B ആണ് റോളർ ചെയിൻ ഉള്ളത്. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് റോളർ ചെയിൻ ആണ്. നിങ്ങൾക്ക് ആ ടൈറ്റിൽ വായിച്ചു നോക്കിയത് 14.39Bയുടെ ടൈറ്റിൽ വായിച്ചു നോക്കി. 14.39B പേജ് നമ്പർ 341, ചെയിൻ ഡയമെൻഷൻസ്, മെഷറിംഗ് ലോഡ്സ് ആൻഡ് ബ്രേക്കിംഗ് ലോഡ്സ് ഓഫ് പ്രിസിഷൻ റോളർ ചെയിൻസ്. അതുകൊണ്ട് 39.39B ആണ്, 14.39B ആണ് റോളർ ചെയിൻ ഉള്ളത്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഡേറ്റ കിട്ടിയില്ലെങ്കിൽ മാത്രം തൊട്ട് പ്രീവിയസ് പേജ് 340 അത് നോക്കിയ ചെയിൻ ഡയമെൻഷൻസ്, മെഷറിംഗ് ലോഡ് ആൻഡ് ബ്രേക്കിംഗ് ലോഡ്സ് ഓഫ് ബേസ് ചെയിൻസ്. അത് റോളർ ചെയിൻ അല്ല, അത് ബേസ് ചെയിൻ ആണ്. റോളേഴ്സ് ഇല്ലാത്ത ചെയിൻ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അത് പക്ഷേ റോളർ ചെയിൻ ഇല്ലെങ്കിൽ മാത്രം അത് യൂസ് ചെയ്യാം. റോളർ ചെയിൻ എന്നുള്ള ഡേറ്റ കിട്ടുക ചിലപ്പം, സപ്പോസ് നിങ്ങൾ ആ പേജ് ഒന്നുകൂടെ എടുത്ത് ചിലപ്പോൾ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾക്ക് പിച്ചിന്റെ വാല്യൂ നിങ്ങൾക്കൊരു 15 എന്ന് കിട്ടി. ഇപ്പം ഈ നമ്മുടെ പേജ് നമ്പർ 341 സ്റ്റാർട്ടിംഗ് പിച്ച് തന്നെ 25 ആണ്. അപ്പൊ അതിന് താഴോട്ടുള്ള ഒരു പിച്ച് നമുക്ക് ഇതിൽ അവൈലബിൾ അല്ല. അങ്ങനെയാണെങ്കിൽ പ്രീവിയസ് പേജ് ഓക്കെ കണ്ടോ, അവിടെ നമുക്ക് 8 മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ഇപ്പൊ 16 ആണ് നമുക്ക് കിട്ടിയ പിച്ച്. അതിന്റെ സ്റ്റാൻഡേർഡ് ചെയ്യാനായിട്ട് 16ന്റെ തൊട്ട് താഴെയുള്ള വാല്യൂ 15.875 എന്ന് എടുക്കാം. കണ്ടോ, പേജ് നമ്പർ 340 ടേബിളിൽ നിന്ന് എടുക്കാം. അതായത് പേജ് നമ്പർ 341 യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം യൂസ് ചെയ്യാനുള്ളതാണ് പേജ് നമ്പർ 340 ടേബിൾ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സപ്പോസ് നമുക്ക് ഇതിന്റെ തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം ഈ പോർഷനിൽ നിന്ന്. തിയറി ക്വസ്റ്റ്യൻസ് ഷുവറായിട്ട് എക്സ്പെക്ട് ചെയ്യാം. അത് കൂടുതലും ബെൽറ്റ് ഡ്രൈവ് തന്നെയാണ് ചോദ്യങ്ങൾ ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ളത്. ചെയിൻ ഡ്രൈവിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നതായിട്ട് ഞാനും കണ്ടിട്ടില്ല. ഒരു മിനിറ്റ്, കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കാം. ഇതുവരെ ഞാൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയിൻ ഡ്രൈവ് കണ്ടിട്ടില്ല. എങ്കിലും നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളില്ലേ, സൈലന്റ് ചെയിൻ ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. അത് വരുമെന്ന് ഞാനും എക്സ്പെക്ട് ചെയ്യുന്നു. പിന്നെ നിങ്ങളൊരു കാര്യം, നിങ്ങൾ ഇനി പ്രോബ്ലം ഡീറ്റെയിൽ ആയിട്ട് എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരുവാണെങ്കിൽ നിങ്ങൾ ഈ യൂട്യൂബ് വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന എൻ്റെ കമന്റിൽ വന്നാൽ ഞാൻ അവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ നമ്പറിലോ മെയിലിലോ റെസ്പോണ്ട് ചെയ്താൽ ഞാൻ അവിടെ ആണെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാത്ത കുഴപ്പമില്ല. ഒരു മിനിറ്റ്, ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തോട്ടെ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്തോട്ടെ. 2019 മെയ്, അതായത് നിങ്ങളുടെ സീനിയേഴ്സിന് ചോദിച്ച റെഗുലർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ മൊഡ്യൂളിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ advantage of design a flat belt drive, centrifugal tension in belt. ചെയിൻ ഡ്രൈവിന്റെ ക്വസ്റ്റ്യൻ ഞാൻ കാണുന്നില്ല. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് ഗ്യാലിംഗ് ഇൻ റോളർ ചെയിൻ. അത് ഞാൻ യൂസ് ചെയ്തു കേട്ടോ ആ ടോപ്പിക്ക്. ഗ്യാലിംഗ് ഇൻ റോളർ ചെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയിൻ കുറെ നാൾ സർവീസിന് കഴിയുമ്പോഴത്തേക്കും ചെയിനിൽ ഇങ്ങനെ ചെയിന്റെ ലീനിയർ സ്വഭാവം മാറും. അതായത് ചെയിൻ ലിങ്കുകൾ ഇങ്ങനെ ലൈനായിട്ടല്ലേ കണക്ട് ചെയ്ത് പോയിരിക്കുന്നത്. അതിന്റെ ലീനിയാരിറ്റി പോയി ഇങ്ങനെ വേവി പോലെ ആവും. അതിനാണ് ഗ്യാലിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരുപാട് നിങ്ങൾ മോട്ടോർ സൈക്കിൾ യൂസ് ചെയ്യുന്നവർക്കറിയാം, കുറെ നാൾ കഴിയുമ്പോൾ ചെയിൻ കയറി ഇറങ്ങി പോയി എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ ചെയിൻ ഒരു വേവ് പോലെ, ഒരു സൈൻ വേവ് പോലെ ആയിപ്പോവും ചെയിൻ. അത്
ആരും എന്തോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടല്ലോ. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇല്ല സാറേ, വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് വന്നിട്ടില്ല. ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കവേർഡ് ആയി. ഓക്കെ. സാറിന് പ്രൈവറ്റ് ആയിട്ട് വല്ലതും മെസ്സേജ് വന്നിട്ടുണ്ടേ ഉള്ളൂ, അത് നമുക്ക് ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇപ്പൊ എന്തോ ഒരു ഫ്ലാഷ് ചെയ്ത പോലെ തോന്നുന്നു. ഇല്ല, എനിക്കൊന്നും കാണാൻ വയ്യ. ഇല്ല സാർ, ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ ആണ്. ഓക്കെ. ക്വസ്റ്റ്യൻ ഒരെണ്ണം പ്രൈവറ്റ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നു. അതൊന്ന് പറയാമോ? അജിൻ ഒന്ന് പറയാമോ അത് ക്വസ്റ്റ്യൻ? While substituting alpha in LP, do we substitute in radians or angles since it is substituted in sine and alone? സൈൻ ഇൻവേഴ്സ് ആണ് എടുക്കുന്നതെങ്കിൽ എവിടെയാണ് ആൽഫ? സാറ് PPT ഒന്ന് എടുക്കും. മാറ്റണം. ഇത് തന്നെ. ഇവിടെ ആൽഫ എന്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണോ, നിങ്ങൾ സൈൻ ഇൻവേഴ്സ് അല്ലേ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഡിഗ്രി തന്നെ ആയിരിക്കും. അപ്പൊ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പക്ഷേ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അവിടെ ഡിഗ്രിയിലല്ലല്ലോ കൊടുത്തേക്കുന്നത്, പക്ഷെ അതിനാണ് താഴെ 180 കൊടുത്തേക്കുന്നത്. ഓക്കെ, നിങ്ങളത് ഡിഗ്രി തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, വേറെന്തോ? ഓക്കെ സാർ. അജിന് ഇനി ക്വസ്റ്റ്യൻ ഉണ്ടോ? ഓക്കെ സാർ, നമ്മളിപ്പം ഓൾമോസ്റ്റ് എല്ലാം കവേർഡ് ആയി. ഓക്കെ സാർ, ഒരു മിനിറ്റ്. താങ്ക് യു വെരി മച്ച് സാർ. അപ്പം നമുക്ക് ഒരു മിനിറ്റ് മൈൻഡ് പേരില്ലേ, ശരി. സൊല്യൂഷൻ എന്റെ കയ്യിൽ ഇപ്പൊ ഇല്ല. ഡിഗ്രിയിലാണോ റെഡിയിലാണോ എനിക്ക് ഡൗട്ട് ഉണ്ട്. കാര്യം അവിടെ പൈ മിസ്സിംഗ് ആണല്ലോ. ഞാൻ നോക്കിയിട്ട് പറയാം. ഓക്കെ, അതിന്റെ കാര്യം ഞാൻ എന്റെ യൂട്യൂബ് കമന്റിൽ മെൻഷൻ ചെയ്തേക്കാം, അല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അതിൽ മെൻഷൻ ചെയ്തേക്കാം. ഓക്കെ, പൈ ആൽഫ കണ്ടുപിടിക്കുന്നത് നമുക്ക് ഡിഗ്രി തന്നെ കിട്ടും, സൈൻ ഇൻവേഴ്സ് ആയതുകൊണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡിഗ്രിയിലാണോ റെഡിയിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, നോക്കട്ടെ. അവിടെ ഒരു പൈ വരണം അങ്ങനെയാണെങ്കിൽ, ഇപ്പൊ റേഡിയനിലോട്ട് മാറ്റണമെങ്കിൽ അത് നോക്കാം നമുക്ക്. ഓക്കെ, പൈ ഇൻറ്റു പൈ ബൈ 180 എടുത്താലേ റേഡിയനിലാവുള്ളൂ. അവിടെ പൈ കാണുന്നില്ല, ഞാൻ എപ്പോഴാണ് ശ്രദ്ധിച്ചു. ഓക്കെ, നോക്കാം, അത് നമുക്ക് നോക്കാം. ഓക്കെ, വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഇല്ല സാർ, ബാക്കിയുള്ള ഡൗട്ട്സ് എല്ലാം നമ്മൾ ക്ലിയർ ആണ്. ലാസ്റ്റ് സ്ലൈഡ് ഒന്ന് എടുക്കാമോ? ലാസ്റ്റ് സ്ലൈഡ്. എന്തെങ്കിലും ക്ലാരിറ്റി പ്രോബ്ലം ഉണ്ടെങ്കിൽ എനിക്കൊരു മെയിൽ അയക്കുകയോ അല്ലെങ്കിൽ എന്നെ വിളിക്കുകയോ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. താങ്ക് യു വെരി മച്ച് സാർ. അപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം ക്ലിയർ ആയി. അപ്പൊ 2 ക്ലാസ് കൊണ്ട് നമുക്ക് ഡിസൈൻ്റെ ഒരു ഓൾമോസ്റ്റ് പോർഷൻ കവേർഡ് ആയി. ഓക്കെ, താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു.